നമുക്ക് താഴ്മയായ ദൈവസന്നിധിയിലിരുന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാം. നമ്മുടെ ശിരസ്സുകളെ നമിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അല്പസമയം നമുക്ക് ധ്യാനിക്കാം. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതിനും രഹസ്യങ്ങളുടെ കലവറയും രഹസ്യവുമായ ത്രിയേക സത്യദൈവമേ, നിൻ്റെ മഹാരഹസ്യങ്ങളെ പാപികളായ മനുഷ്യരിൽ മനസ്സലിവ് തോന്നി വെളിപ്പെടുത്തി തരുന്നതിനാൽ അളവില്ലാതെ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. പിതാവേ, നീ എൻ്റെ അപ്പനും അതേസമയം തന്നെ മഹാരാജാവുമല്ലോ. രാജാവിന് അധികാരമുണ്ട്, ഒരു രാജ്യവും അതിൽ നീതിയുമുണ്ട്. ആ രാജ്യത്തിലൊരു ഭരണവും ഭരണത്തിൽ ജനങ്ങളുടെ ക്ഷേമവുമുണ്ട്, യുദ്ധവും ശക്തിയുമുണ്ട്. എന്നാൽ അതേ രാജാവ് അപ്പനായിരിക്കുമ്പോൾ ആ പിതാവിലൊരു സംരക്ഷണവും അപ്പനൊരു ഭവനവും, ഭവനത്തിൽ സ്നേഹവും, സ്നേഹത്തിലൊരു കൂട്ടായ്മയും, അതിൽ സന്തോഷവും, ഭവനത്തിൽ സമാധാനവും തേജസ്സും നിറഞ്ഞു നിൽക്കുന്നു. ഭവനത്തിൻ്റെ നെടുന്തൂണായി ജീവൻ്റെ വൃക്ഷമായ കർത്താവായ യേശുവിൻ്റെ ശക്തമായ സംരക്ഷണവും കാവലുമുണ്ട്. കർത്താവെ, ഇത്ര ശ്രേഷ്ഠമായ ഭവനത്തിൻ്റെ അംശികളായി ഞങ്ങളെ കൂട്ടിവരുത്തിയിരിക്കുന്നതിനാൽ അളവില്ലാതെ നിനക്ക് സ്തുതി. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മഹനീയ തേജസ്സിനാൽ ഈ ഭവനത്തെ അലങ്കരിച്ചിരിക്കുന്നതിനാൽ നിനക്ക് സ്തുതി. നിൻ്റെ മാതാവിൻ്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മൂലവും അവരുടെ സാന്നിധ്യം കൊണ്ടും അവരിൽ ഞങ്ങൾക്ക് സ്നേഹിതരും സങ്കേത നഗരങ്ങളുമായി വെച്ചിരിക്കുന്നതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ഉള്ളിലെ ജീവവൃക്ഷത്തെ കാക്കുവാൻ ഇവരെല്ലാം ഞങ്ങളെ എപ്പോഴും സഹായിക്കുന്നതിനാൽ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ആമേൻ. കർത്താവിൽ പ്രിയ ടിജു അച്ഛൻ, പുതുവർഷത്തിലെ നമ്മുടെ ആദ്യത്തെ ധ്യാന ദിവസമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ദനഹാ പെരുന്നാളായതിനാൽ നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ നടത്തിയില്ല. എല്ലാവരും അവരുടെ ദഹന പെരുന്നാളിനായി സംബന്ധിക്കുവാനായിട്ട് ദേവാലയത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പോകേണ്ടിയിരുന്നുകൊണ്ടാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ശുശ്രൂഷ വയ്ക്കാതിരുന്നത്. എന്നാൽ വീണ്ടും ഈ ദേവാലയത്തിൽ നമുക്ക് കൂടി വന്ന് ദൈവിക രഹസ്യങ്ങളെ ധ്യാനിക്കുവാനും പഠിക്കുവാനും നമ്മുടെ ആയുസ്സിനെ ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നതിനെ കർത്താവിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കുവാനും കിട്ടുന്ന അവസരങ്ങളെല്ലാം വചനത്തിൽ വേരൂന്നി വളരുവാനും നമുക്ക് തന്നിരിക്കുന്ന നിമിഷങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനവും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒരുപോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ പൂർത്തീകരിച്ചു. ഇനി 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുവാനായി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഇന്നേ ദിവസം അതിനായിട്ട് നമുക്ക് വേർതിരിക്കാം. ഈ വർഷം മുഴുവൻ നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലും വചനങ്ങളുടെ പൊൻനാണ്യങ്ങളെ കൊണ്ട് നിറയിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വചനങ്ങളെ തരുമ്പോൾ വചനങ്ങളെ വികാസിപ്പിച്ച് തരും. അവൻ്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു എന്നാണ്. അപ്പോൾ ഈ വചനം ദൂരത്തിരിക്കുന്ന ഒരു കാര്യമല്ല, നമ്മുടെ സമീപത്തും പിന്നെ വേറൊരിടത്തും ഇരിപ്പുണ്ട്. എവിടെയാണ്? വായിലും ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 2-3 വചനങ്ങൾ വായിച്ച് നമ്മുടെ ഹൃദയത്തിലും വായിലും വചനങ്ങൾ ഈ വർഷം നിറഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. നമുക്ക് 2 ശമൂവേൽ 23-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2 ശമൂവേൽ 23-ാം അധ്യായം 2-ാം വാക്യം. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. ദാവീദ് പറയുകയാണ്. ദാവീദിൻ്റെ മരണത്തോടൊക്കെ അടുക്കാറായി. രാജവാഴ്ചയുടെ വലിയ ദൈവം തന്ന ഉന്നതത്തെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട്
ദാവീദ് ആത്മനിറവിൽ പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ഇത്രയും വിജയങ്ങളുണ്ടായത്? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ജഡീക പാപത്തിൻ്റെ ഒരു അടിമയായിരുന്നു എന്ന് തന്നെ പറയാം ദാവീദ്. ഒരു വശത്തുകൂടി നമ്മൾ ദാവീദിനെ സൂക്ഷിച്ച് പഠിക്കുമായിരുന്നെങ്കിൽ. പക്ഷേ അത്രയും ദൈവം ദാവീദിനെ സ്നേഹിച്ചു. കാരണം അവൻ ബലഹീനനായിരുന്നുവെങ്കിലും ആ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി വളരെയധികം നിറഞ്ഞ് ആസ്വദിച്ച ഒരാളാണ് ദാവീദ്. ഭീകരമായ പാപത്തിന് അടിമപ്പെട്ടപ്പോഴും ഓരോ ചെറിയ പാപവും വലിയ പാപവും ചെയ്യുമ്പോഴും എല്ലാത്തിലും അനുതാപം തോന്നി ദൈവസന്നിധിയിലേക്ക് ദാവീദ് തിരിച്ചു വരുമായിരുന്നു. ഞാനെപ്പോഴും പറയാറുണ്ട്, പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൻ്റെ മനസ്സുണ്ടായിരുന്ന ഏക വ്യക്തിയാണ് ദാവീദ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ശത്രുവിനെ സ്നേഹിക്കുക, ശത്രുവിൻ്റെ കുഞ്ഞിനെ വരെ സംരക്ഷിക്കുക, ശൗലിൻ്റെ മകനെ മെഫീശോഫെത്ത് മുടന്തനായവനെ വരെ ദാവീദിൻ്റെ അരമനയിലാണ് വളർത്തിയിരുന്നത്. അല്ലാതെ പ്രാണനാഥനായ യോനാഥാൻ്റെ മകനെ മാത്രമല്ല, ശൗലിൻ്റെ ശവശരീരം എങ്ങോ കിടന്ന് നശിച്ചു പോകാതെ അതുപോലും എടുത്തുകൊണ്ട് വന്ന് കൃത്യമായി സംസ്കരിച്ചു. തന്നെ മതിൽപ്പുറത്തു നിന്ന് അസഭ്യവാക്കുകൾ പറഞ്ഞ ശിമെയിയെ രാജാവ് വെറുതെ വിടുകയാണ്. ഒരു രാജാവിനെയാണ് വിളിക്കുന്നത്. അബ്ശാലോം കുമാരൻ തന്നെ കൊല്ലുവാൻ നോക്കി പുറകെ നടക്കുമ്പോഴും തൻ്റെ കൂടെയുണ്ടായിരുന്ന വിശ്വസ്തനും സേവകനുമായിരുന്ന അഹീത്തോഫേൽ എന്ന മന്ത്രിയെ വശീകരിച്ച് അബ്ശാലോം ഈ ദാവീദിനെതിരായി കൂടിയാലോചന നടത്തുമ്പോഴും അബ്ശാലോം മരിച്ചു എന്നറിയുമ്പോൾ ആ മകനു വേണ്ടി ദൈവത്തോട് നിലവിളിക്കുകയാണ്. തൻ്റെ സഹവാസിയായിരുന്ന പ്രാണസ്നേഹിതനായിരുന്ന ഈ അഹീത്തോഫേൽ കൂറുമാറി അബ്ശാലോമിൻ്റെ മകനോട് ചേർന്നപ്പോൾ അവനോട് കംപ്ലൈൻറ്റ് പറയാതെ ദൈവത്തോട് നിലവിളിക്കുകയാണ്. എന്നെ നിന്ദിച്ചത് എൻ്റെ ശത്രുവല്ല, എൻ്റെ പ്രാണസ്നേഹിതനായിരുന്നു എന്ന സങ്കീർത്തനങ്ങളിൽ ദാവീദ് ദൈവത്തോട് നിലവിളിക്കുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ ഒരു മനസ്സ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. അതുകൊണ്ട് തന്നെയാണ് ലേവി ഗോത്രത്തിൽ പിറക്കാതെ ദാവീദിൻ്റെ കുലത്തിൽ പിറന്നു എന്ന് ദൈവം അഭിമാനത്തോടുകൂടി പറയുന്നതും അങ്ങനെ ആ കുലത്തിൽ പിറക്കുന്നതും. ദാവീദ് ഒരു വല്ലാത്ത ദൈവിക വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ദാവീദിൻ്റെ സങ്കീർത്തനം നമ്മളെല്ലാ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പേയും അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത്. ഏത് ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായിട്ടും നമ്മൾ ഈ ദൈവമേ നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ എന്നുള്ള സങ്കീർത്തനം നമ്മൾ ചൊല്ലിയിട്ടാണ് ശുശ്രൂഷകളെല്ലാം തുടങ്ങുന്നത്. ഇപ്പോൾ രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഈ പ്രാർത്ഥന ചൊല്ലിയാലും ഇടയ്ക്കൊരു പ്രത്യേക ശുശ്രൂഷ വന്നാൽ വീണ്ടും നമ്മളത് ചൊല്ലും, ഓരോ യാമത്തിലും ചൊല്ലും. അങ്ങനെ ചൊല്ലുന്നതിൻ്റെ കാര്യം ശുശ്രൂഷയുടെ ശുദ്ധീകരണത്തിന് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ്. പട്ടക്കാരൻ പരിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് താഴെ നിന്ന് ഈ പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. അതിന് തൊട്ട് മുമ്പ് പ്രഭാത നമസ്കാരത്തിലൊന്ന് ചൊല്ലിയതാണ്, പിന്നെയും ചൊല്ലുകയാണ്. ഇനി ഇടയ്ക്ക് എന്തെങ്കിലും ശുശ്രൂഷകൾ വന്നാൽ, ഇപ്പോൾ ഒരു ഓശാന ശുശ്രൂഷയോ അല്ലെങ്കിൽ മറ്റുള്ള ശുശ്രൂഷകളോ വല്ലതും വന്നാൽ വീണ്ടും ദൈവമേ നിൻ്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. അത്രയ്ക്ക് ഹൃദയസ്പർശിയായത് എന്ന് മാത്രമല്ല, സ്വർഗം നേരിട്ട് ഇടിനാദം പോലെ ഉള്ളിലേക്ക് സ്വർഗത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു അനുതാപ പ്രാർത്ഥനയാണ് ദൈവമേ നിൻ്റെ കൃപ പോലെ എന്നോട് നീ കരുണ ചെയ്യണമേ എന്നുള്ളത്. അതുകൊണ്ട് എപ്പോൾ വേണേലും നമുക്ക് ധ്യാനിക്കാവുന്നതും പ്രാർത്ഥിക്കാവുന്നതുമായ ഒരു അതിശ്രേഷ്ഠമായ അനുതാപ പ്രാർത്ഥനയാണത്. അത് ദാവീദ് തൻ്റെ അവസാന കാലത്ത് ആത്മനിറവിൽ പറയുകയാണ്. നമുക്കറിയാം, ദൈവാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ സങ്കീർത്തനങ്ങളുണ്ടാവും. മറിയാമും എലിസബത്തുമുള്ള സംഗമത്തിൽ എലിസബത്തും സങ്കീർത്തനം ചൊല്ലി, മാതാവും സങ്കീർത്തനം ചൊല്ലി. എന്തിനേറെ പറയുന്നു, ശിക്ഷണമേറ്റ സക്രിയ വരെ സങ്കീർത്തനം ചൊല്ലി. യോഹന്നാൻ ഉള്ളിൽ വെച്ച് തുള്ളി. കർത്താവ് യഹൂദന്മാരോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ അധികാരം എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. യോഹന്നാൻ്റെ അധികാരം എവിടെ നിന്നാണ്? യോഹന്നാൻ മാമോദിസ മുക്കി, അതുപോലെ തന്നെ മാനസാന്തരത്തിനുള്ള പ്രസംഗം കഴിച്ചു. അപ്പോൾ കർത്താവിനോട് വന്ന് യഹൂദന്മാർ ചോദിക്കുകയാണ്,
നിനക്ക് ഈ അധികാരമൊക്കെ ആരാണ് തന്നത്? നീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അവനെ വിശ്വസിക്കാഞ്ഞത് എന്ന് ചോദിക്കും. ആരെ? യോഹന്നാനെ വിശ്വസിക്കാതെ അവനെ കൊന്നുകളഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കും. ഇനിയും ഭൂമിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാലോ, യോഹന്നാനെ എല്ലാവരും പ്രവാചകനെന്ന് എണ്ണുകയാണ്. യോഹന്നാൻ്റെ ശിഷ്യന്മാരും കർത്താവിൻ്റെ ശിഷ്യന്മാരും യോഹന്നാൻ്റെ പുറകെ നടന്നവരും എല്ലാവരും കൂടെ പരീശന്മാരെ കല്ലെറിയും. അതുകൊണ്ട് ഇവരും കുടുങ്ങി. അപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. യോഹന്നാൻ അധികാരം കിട്ടിയത് എവിടെ നിന്നാണ്? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. കർത്താവ് യഹൂദന്മാരോട് ചോദിച്ച പോലെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. യോഹന്നാൻ ഈ അധികാരം എവിടെ നിന്ന് കിട്ടി എന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യഹൂദന്മാരെ പോലെ അല്ലെങ്കിൽ അന്നത്തെ പരീശന്മാരെ പോലെ നിങ്ങൾക്ക് പ്രത്യേക ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യമല്ല. കാരണം അവരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ നിന്നും പറയാൻ പറ്റത്തില്ല, ഭൂമിയിൽ നിന്നും എന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം നമ്മളിപ്പോൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഉത്തരം തരുവാൻ പറ്റും. പക്ഷേ ആ ഉത്തരത്തിൻ്റെ ആധികാരികത പറയാൻ പറ്റുമോ? യോഹന്നാൻ്റെ അധികാരം എവിടെ നിന്നായിരിക്കും? സ്വർഗത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ആ സ്വർഗത്തിൽ നിന്നുള്ള അധികാരം എപ്പോൾ കിട്ടി? അതൊരു അഭിഷേകം കിട്ടി യോഹന്നാന്. അതെപ്പോഴാണ് കിട്ടിയത്? അതാണ് ഈ സമയത്ത് കിട്ടിയത്. യോഹന്നാൻ അഭിഷേകത്താലാണ് തുള്ളിയത്. ഉള്ളിൽ കിടന്ന് യോഹന്നാന് സ്വർഗത്തിൽ നിന്ന് അഭിഷേകം, പട്ടം കൂടെ കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, യോഹന്നാൻ കർത്താവിനേകി എന്ന് പറയുന്ന ആ ചടങ്ങിൽ സംഭവിച്ച മറ്റൊരു കാര്യം, കർത്താവ് യോഹന്നാനിൽ അങ്ങോട്ടും കൊടുത്തു. യാബില മോറാൻ, കൊടുത്തു എടുത്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ നടന്നത്, മാമോദീസയിൽ നടന്നത്, ആ പട്ടം ഇന്നുവരെ ഉണ്ടായിരുന്ന യോഹന്നാനിലുണ്ടായിരുന്ന അഹറോന്യ പൗരോഹിത്യ ക്രമം തിരിച്ചിങ്ങി വാങ്ങിച്ചിട്ട് യോഹന്നാൻ്റെ 6 മാസം പ്രായമായിരുന്ന സമയത്ത് യോഹന്നാനിലേക്ക് ഒരു അഭിഷേകം കൊടുത്തതിനെ അടയാളമാക്കി മാമോദീസ സമയത്ത് അത് ഉറപ്പിച്ചു. അങ്ങനെ ഒരു പ്രക്രിയയാണ് അവിടെ നടന്നത്. പക്ഷേ ആ പട്ടം കൂടെ തുടങ്ങിയത് ഗർഭപാത്രത്തിൽ വെച്ചാണ്. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ സങ്കീർത്തനങ്ങൾ ഉരുവിടും. അപ്പോൾ നിങ്ങൾക്കും എഴുതാം സങ്കീർത്തനം, പ്രാർത്ഥനകൾ എഴുതണം, സങ്കീർത്തനങ്ങൾ എഴുതുവാൻ നമ്മൾ ശീലിക്കണം. അതിനായിട്ട് ദൈവാത്മാവിനോടൊരു കൃപ ചോദിച്ചാൽ കർത്താവ് തരും. പ്രാർത്ഥനകൾ എഴുതുവാനുള്ള കൃപ, സങ്കീർത്തനങ്ങൾ എഴുതുവാനുള്ള കൃപ അത് നിങ്ങൾക്ക് എഴുതാം. ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ല. അങ്ങനെ എഴുതി നമ്മൾ ശേഖരിച്ചു വെച്ചാൽ നമ്മുടെ തന്നെ ഒരു ആത്മസംതൃപ്തിക്കായിട്ട് അത് നമുക്ക് ഉപയോഗിക്കുവാനും അതിൽ കൂടി ഒരുപാട് അനുഗ്രഹങ്ങൾ വരികയും ചെയ്യും. ഇവിടെ ദാവീദ് പറയുകയാണ്, 2 ശമൂവേൽ 23 അധ്യായം 2-ാം വാക്യം വായിച്ചേ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേലിരിക്കുന്നു. അപ്പം വചനം നാവിന്മേലിരിക്കണം. അതുകൊണ്ടാണ് ദാവീദിന് സങ്കീർത്തനം എഴുതാൻ പറ്റിയത്. ഇനിയും റോമർ 10-ാം അധ്യായം 8-ാം വാക്യം വായിച്ചേ. റോമർ 10-ാം അധ്യായം 8-ാം വാക്യം. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അപ്പം സമീപമായിട്ടിരിക്കുന്നതാണ്. സമീപമായി നമ്മുടെ വായിലിരിക്കുന്നത്, ഹൃദയത്തിലിരിക്കുന്നത് നമുക്ക് പകർത്താം. അപ്പം നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥനകളായി സങ്കീർത്തനങ്ങളായി നമുക്ക് എഴുതുവാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ സമീപത്ത് വചനം ഉണ്ടായിരിക്കണം. ഇത് ദൂരത്തിരിക്കുന്ന ഒരു കാര്യമല്ല. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറി വന്നോ, അവനെ മരിച്ചവരിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങുമെന്നോ നീ ഹൃദയത്തിൽ പറയരുത്. അതായത് ക്രിസ്തു അങ്ങ് ദൂരെയാണ് ഇരിക്കുന്നത്, എനിക്കിവൻ സമീപസ്ഥനല്ല
എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. വചനം നിൻ്റെ വായിലും നിൻ്റെ സമീപത്തും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിൻ്റെ സമീപത്ത് ഇരിക്കുന്നു. ആ സാമീപ്യമാണ് നമ്മൾ ആസ്വദിച്ചറിയേണ്ടത്. പഴയ നിയമത്തിലെ ദൈവം അങ്ങനെ ആയിരുന്നില്ല. അതാണ് ക്രിസ്തു മാറ്റി തന്നത്. യഹോവയാം ദൈവം ദൂരത്തിരിക്കുന്ന എല്ലാവർക്കും ഭയചകിതനായൊരു ദൈവമായിരുന്നു. അവിടെ നിന്ന് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു, ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇവർക്ക് ഭയമായിരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, സ്ഥൂലമായതും തീ കത്തുന്നതും കൊടുങ്കാറ്റ്, മേഘതാമസ്, കൂരിട്ട്, വാക്കുള്ള ശബ്ദം എന്നിവയുടെ അടുക്കിലേക്കൊന്നും അല്ല ഇപ്പം നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവരൊക്കെയും ഇനിയും തങ്ങളോടൊന്നും പറയരുത് എന്ന് അവരോട് ആവശ്യപ്പെട്ടു. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളത് അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. മോശയും ആ കാഴ്ച കണ്ട് അത്യന്തം ഭയന്നുപോയി. എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെയൊന്നുമല്ല, അത് പഴയ നിയമം, ആ മൂടുപടം നീങ്ങിപ്പോയി. പിന്നെയോ സിയോൻ പർവ്വതത്തിലേക്കും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേക ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗീയ യെരുശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അടുക്കലാണ്. അപ്പം കർത്താവിന് മറ്റൊരു പേരുണ്ടായിരുന്നത് എന്താണ്? ഈ അടുക്കൽ എന്നുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന് മറ്റൊരു പേരുണ്ടായിരുന്നു. എന്താണ്? ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. നമ്മൾ വിശുദ്ധ കുർബാനയെ എലിവേറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം 3 തവണ ഏറ്റു പറയും. എലിവേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? വിശുദ്ധ കുർബാന എലിവേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് എലിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തുകയാണ്, അല്ലേ? നിങ്ങൾ ഈ ഓർത്തഡോക്സ് പ്രൈസസിൽ ബലിവേദി എന്ന് പറയുന്നൊരു സെക്ഷൻ ഇട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള വിശദമായ പഠനം 30 എപ്പിസോഡുകളായിട്ട് അവിടെ കിടപ്പുണ്ട്. ഓരോ എപ്പിസോഡും 3/4 മണിക്കൂർ വെച്ചുണ്ട്. അതിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഓർത്തഡോക്സ് പ്രൈസസിലെ നിങ്ങൾ ആ പ്ലേലിസ്റ്റിൽ ചെന്നിട്ട് സ്റ്റഡി ഓഫ് ഹോളി കുർബാന നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ ആരാധനയിൽ സംബന്ധിക്കുവാനുള്ള താല്പര്യം നിങ്ങൾക്ക് വർദ്ധിക്കും. വിശുദ്ധ കുർബാന എലിവേറ്റ് ചെയ്യുന്നത് എന്തിനെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാമോ? എന്തിനെ പ്രതിനിധീകരിക്കുന്നതാണ്? ഇത് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും അതിൻ്റെ പിന്നിലൊരു മർമ്മമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ആത്മീയ രഹസ്യമുണ്ട്. വിശുദ്ധ കുർബാന എലിവേറ്റ് ചെയ്യുകയാണ്. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവല്ലാതെ പരിശുദ്ധനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന പുരോഹിതൻ എലിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റുപറയും, പരിശുദ്ധനാകുന്ന പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. അപ്പോൾ ഈ കാണിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് അറിയാമോ? സ്വർഗാരോഹണത്തെ സൂചിപ്പിക്കുന്നതാണ്. കർത്താവ് സ്വർഗത്തിലേക്ക് പോയി, പീലാസായും ഗാസായും ഉയർത്തി സ്വർഗത്തിലേക്ക് പോയി. പക്ഷെ തൊട്ടടുത്ത പ്രാർത്ഥന എന്താണ്? സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ വിദൂരത്തിലാണെന്നാണ് നമ്മളുടെ ഒരു ചിന്ത. ആ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥന പുരോഹിതൻ ചൊല്ലുന്നത് എന്താണ്? കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനാകുന്ന ഏക പിതാവ് നമ്മോടുകൂടെ. സ്വർഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അങ്ങനെ അകലെയുള്ള സംഗതിയല്ല, അത് നമ്മുടെ സമീപത്ത്, നമ്മുടെ കൂടെ. തൻ്റെ വിലയേറിയ പങ്കപ്പാടുകളാൽ ലോകത്തെ രക്ഷിച്ചുവെന്ന പരിശുദ്ധനാകുന്ന ഏക പുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. അപ്പോഴാണ് പെട്ടെന്ന് പിതാക്കന്മാർക്ക് കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും ആദ്യം മുതൽ വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഈ ഒരു ബോധ്യം, വചനം നിൻ്റെ വായിലും നിൻ്റെ സമീപത്തും ഇരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 51-ാം അധ്യായം 16-ാം വാക്യം എന്ന് വായിച്ചേ. യെശയ്യാവിൻ്റെ പുസ്തകം 51-ാം അധ്യായം 16-ാം വാക്യം. യെശയ്യാവ് 51:16. ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും 51:16 നിങ്ങൾ വായിക്കുന്നത്. സിയോനോട് നീ എൻ്റെ ജനം എന്ന് പറയുകയും ചെയ്യേണ്ടതിന്
ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിലാക്കി എൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ മറിച്ചിരിക്കുന്നു. കണ്ടോ, വചനങ്ങൾ നമ്മുടെ വായിൽ വന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ നിഴലിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയി കഴിഞ്ഞു. ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിലാക്കി എൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ മറിച്ചിരിക്കുന്നു. സംരക്ഷണമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കിന്ന് പഠിക്കുവാനുണ്ട്. ഇനി സങ്കീർത്തനം 119 103 ഒന്ന് വായിച്ചു നോക്കിയേ. 119 103 സങ്കീർത്തനം. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അത് എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. അതങ്ങനെ തോന്നിയിട്ടുണ്ടോ? തിരുവചനം രുചികരമാണെന്ന് തോന്നിയിട്ടുണ്ടോ? രുചികരമാണെന്ന് തോന്നിയാൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് തിരുവചനം ധ്യാനിക്കണം, തിരുവചനത്തെപ്പറ്റി അറിയണം എന്നൊരു തോന്നലുണ്ടാവും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മല കയറി ഇവിടെ വന്നത്? തിരുവചനത്തോടുള്ള സ്നേഹം തന്നെയാണ്, മറ്റെന്താണ്. മല കയറി വരുവാൻ അതിനോട് അത്രയ്ക്ക് സ്നേഹമുള്ളവർക്കേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തിരുവചനം അണ്ണാക്കിന് മധുരവും വായിക്ക് തേനിലും നല്ലതാകുന്നു എന്നുള്ളൊരു തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുവാൻ സംഗതിയാകണം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യം വായിച്ച്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യം. ആവർത്തനം 18:18. നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. ഞാൻ നിന്നെപ്പോലെ നിൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ ഞാൻ അവൻ്റെ നാവിലാക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കാര്യം ഊന്നി പറയുന്നത്. കർത്താവിൻ്റെ തിരുശരീരങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ആ നാവിന്മേൽ വചനമെന്ന ആ അഗ്നി അവിടെ കാണണം. പലവട്ടവും നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. അപ്പോൾ വചനം നാവിന്മേൽ. യോഹന്നാൻ 17:18 വായിക്കാമോ? യോഹന്നാൻ 17:18. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമുക്ക് ഈ വചനവുമായിട്ടുള്ള ബന്ധം വളരെയധികം ശോഷിച്ചു പോയി. നിന്റെ വചനം സത്യമാകുന്നു, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. 17:8 17:8 18ആണോ ഞാൻ പറഞ്ഞത്? 8 നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. കർത്താവ് കൊടുത്തത് ശരീരരക്തങ്ങൾ മാത്രമല്ല, പിതാവിൽ നിന്ന് ലഭിച്ച വചനത്തെ അവർക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ 3:34 എന്ന് വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം വാക്യം. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് യോഹന്നാൻ 17:8 പറയുമ്പോൾ 3:34 എന്താ പറയുന്നത്? ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവം അയച്ചവരാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് നമ്മൾ ഈ വചനത്തോടുള്ള ബന്ധം നമ്മൾ മുറുകെ പിടിക്കണം എന്നുള്ള കാര്യം ആമുഖമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. നമ്മൾ 1-ാം അധ്യായം പൂർത്തീകരിച്ചു. ഇനിയും 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതായത് കർത്താവിൻ്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് 1-2 അധ്യായങ്ങളിലെല്ലാം പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആരായുന്നത് അതിനകത്തുള്ള രഹസ്യമർമ്മങ്ങളെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് കർത്താവ് പറഞ്ഞു തന്നു. നമ്മളത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്കൊന്ന് വായിക്കാം. അതിപ്രകാരമാണ് തുടങ്ങുന്നത്. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കത്രയും നോക്കാം. ഹെരോദ രാജാവ് ആരാണ്? ഈ ഹെരോദ രാജാവ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് ധാരണയാണുള്ളത്? ഹെരോദ രാജാവ് എന്ന് പറയുന്നത് ഒരാളാണോ അതോ ഹെരോദാവ് എന്ന് പറയുന്നത് പലരാണോ? ഹെരോദാവ് എന്ന് പറയുന്നത് ഒരാളുടെ പേരാണോ അതോ ടൈറ്റിലാണോ?
ടൈറ്റിലാണ് അല്ലേ, ഹെരോദ രാജാവ്. ഇപ്പം പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പോലെ, വിവിധ പ്രധാനമന്ത്രിമാർ നമുക്ക് വരുന്ന എന്ന് പറയുന്നത് പോലെ ഹെരോദാവ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നെയിമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത്, അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ 4-5 ഹെരോദാക്കൾ ഉണ്ടായി, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ജനിച്ചത് BC 4 ആണെന്ന് പറയപ്പെടുന്നു. അല്ല AD 1 0 അല്ല, BC 4 പറയപ്പെടുന്നു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഹെരോദ രാജാവിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ രാജാവിനെ പ്രത്യേകമായൊരു പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നില്ല. പക്ഷേ ഈ രാജാവിനെ പറ്റി പറയുന്നത് മഹാനായ ഹെരോദാവെന്നാണ്. മഹാനായ ഹെറോദ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഹെരോദാവാണ് ഈ 2-ാം അധ്യായത്തിൽ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ഹെരോദാവ്. പ്രത്യേകമായൊരു പേര് പറയുന്നില്ല. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മഹാനായ ഹെരോദാവ് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. കർത്താവ് ജനിച്ചുവെന്നറിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ ഏർപ്പാട് ചെയ്യുന്ന ക്രൂരനായ ഒരു ഹെരോദാവായിരുന്നു ഈ മഹാനായ ഹെരോദാവ് എന്ന് പറയുന്നത്. ഈ ടൈറ്റിലൊക്കെ അദ്ദേഹം സ്വയമേ ഏറ്റെടുക്കുന്നതാണ് കേട്ടോ. ഹെരോദാക്കൾ സ്വയമേ ഏറ്റെടുക്കുന്നതാണ്. താൻ മഹാനാണ് എന്ന് ജനത്തെ ബോധിപ്പിക്കത്തക്കവണ്ണം എന്തും ചെയ്തു കളയും. കർത്താവിൻ്റെ കാലത്ത് യെരുശലേം ദേവാലയം പണിഞ്ഞു അല്ലേ, ഹെരോദാവാണ് പണിയുന്നത്. എന്തിനാണ്? യഹൂദന്മാരെ പ്രീതിപ്പെടുത്താനാണ്, അല്ലാതെ ബലി കഴിക്കുവാനൊന്നും ഉള്ള കാര്യത്തിന് വേണ്ടിയൊന്നും അല്ല. പിന്നെ സെക്കൻഡ് ടെമ്പിൾ ഇൻ യെരുശലേം, അതും പണിയുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഏകദേശം ഒരു 3-4 വർഷം മാത്രമേ കർത്താവ് ജനിച്ചതിന് ശേഷം ഭരിച്ചുള്ളൂ. മാത്രമല്ല ജൂഡായ, ഗലീലി എന്ന പ്രദേശങ്ങളിലെ ഗവർണറായിട്ട് അല്ലെങ്കിൽ രാജാവായിട്ട് അദ്ദേഹമാണിരുന്നു. ഇനിയും ഏകദേശം AD 4 ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം മരിച്ചു. അതിനുശേഷം ഹെരോദാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്ത മറ്റൊരു ഹെരോദിൻ്റെ പേരാണ് അർക്കലയോസ്. ഹെരോദ് അർക്കലയോസ് AD 6 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഹെരോദാവായിരുന്നു. ഇത് നിങ്ങൾക്ക് ഇൻഫർമേഷന് വേണ്ടിയാണ് പറയുന്നത്. ഈ ശമരിയ, ഗലീല, അതുപോലെ ഇത്തൂമിയ മുതലായ ഉൾപ്രദേശങ്ങളിൽ വാണിരുന്ന ഒരു ഹെരോദാവാണ് ഹെരോദ അർക്കലിയോസ്. അതുപോലെ AD 6 അഗസ്തുസ് സീസർ അദ്ദേഹത്തെ ഹെരോദ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ഈ യോസഫ് മിസ്രൈമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ ഹെരോദാവായിരുന്നു നാട് വാണുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഹെരോദ ഗ്രേറ്റിൻ്റെ ആജ്ഞപ്രകാരം കുഞ്ഞുങ്ങളെല്ലാം കൊല്ലുവാൻ തീരുമാനിച്ചപ്പോൾ യോസഫിനോട് മാലാഖയുടെ ദൂതനുസരിച്ച് യോസഫ് എങ്ങോട്ട് പോയി? ഈജിപ്തിലേക്ക് പോയി. ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു തെക്ക് പടിഞ്ഞാറായിട്ട് വരും. ഏതിൻ്റെ? ഇസ്രായേൽ ദേശത്തിൻ്റെ തെക്ക് പടിഞ്ഞാറായിട്ട്. അതായത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂപടം നമ്മൾ മനസ്സിൽ കണ്ടാൽ നമ്മൾ ഇനി തെക്കേ അറ്റം കേരളം. ഇപ്പോൾ ഈജിപ്റ്റ് എവിടെ കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ശ്രീലങ്ക കിടക്കുന്ന പോലെ കിടക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ വായിക്കുകയാണ്, യോസഫ് കുഞ്ഞിനെയും മാതാവിനെയും കൊണ്ട് ഈജിപ്റ്റിലേക്ക് പോയി നല്ല ഇമ്പത്തിലും ട്യൂണിലും ഒക്കെ വായിച്ചും പാടിയൊക്കെ വിടുമ്പോൾ ആ ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏകദേശം 500 മൈലോളം ഉണ്ട്. ഇത്രയും ദൂരം നടന്നോ കഴുതപ്പുറത്തോ ഒക്കെയാണ് ഈ ഗർഭിണിയായ സ്ത്രീയെയും കൊണ്ട് പോകുന്നത്. ആലോചിച്ച് നോക്കണം. മിനിമം 1 മാസമെങ്കിലും പിടിച്ചിട്ടുണ്ടാവും ഈജിപ്തിലെത്താൻ. അത്രയ്ക്ക് ദൂരം ബന്ധപ്പെട്ട് ഒരു പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത് യോസഫ് മാതാവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോയി. എന്നാൽ ഈ രാജാവ് ഹെരോദാവ് ഗ്രേറ്റ് മരിച്ചതിന് ശേഷം അർക്കലയോസ് രാജാവായപ്പോൾ ദൂതൻ യോസഫിനോട് കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും തിരികെ പോരുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അർക്കലയോസ് അവിടെ നാടുവാഴിയായി എന്നറിഞ്ഞതുകൊണ്ട് അവർ ആ പ്രദേശം ടച്ച് ചെയ്യാതെ നേരെ ഗലീലയിലേക്ക് പോയി നസറേത്തിൽ ചെന്ന് പാർത്തു. അതുകൊണ്ട് അവൻ എന്ന് വിളിക്കപ്പെടും? നസറേൻ എന്ന് വിളിക്കപ്പെടും. തിരിച്ച് ബേത്ലഹേം എന്നുള്ള പട്ടണത്തിലേക്ക് വരുവാൻ പറ്റിയില്ല. പിന്നെ മറ്റൊരു ഹെരോദിൻ്റെ പേരാണ് ഹെരോദ് അന്തിപ്പാസ്. അദ്ദേഹം ഇതുപോലെ വളരെ ക്രൂരനായൊരു ഹെരോദാവായിരുന്നു. അദ്ദേഹം AD 39 വരെയൊക്കെ വാണിട്ടുണ്ട്. ഇദ്ദേഹമാണ്
യോഹന്നാൻ സ്നാപകനെ കൊല്ലുന്നത്. കർത്താവിൻ്റെ ന്യായവിസ്താരത്തിൽ പീലാത്തോസ് ഒരു ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് കർത്താവിനെ അയക്കുന്നുണ്ട്, ഇല്ലേ? അത് ഈ ഹെരോദാവിൻ്റെ അടുത്താണ്. മനസ്സിലായോ? ഈ ഹെരോദാവിൻ്റെ അടുക്കിലേക്കാണ് അയക്കുന്നത്. അദ്ദേഹം കർത്താവിനെ കളിയാക്കി നിന്ദിച്ചിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അന്ന് വരെ ശത്രുവായിരുന്ന ആ ഹെരോദാവ്, അന്തിപ്പാസ് ഹെരോദാവ്, അന്നു മുതൽ പീലാത്തോസുമായിട്ട് ശത്രുതയിലായി. അങ്ങനെ ശത്രുക്കൾ മിത്രങ്ങളാകുന്ന ഒരു പ്രത്യേക മാജിക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിനുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞത്? ശത്രുക്കൾ മിത്രങ്ങളാകുന്ന ഒരു പ്രത്യേക മാജിക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിനുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം, വചനം നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും സമീപമായിരിക്കുന്നു. പിന്നെ മറ്റൊരു ഹെരോദാവാണ് ഫിലിപ്പ് ദി ടെട്രാർക്ക് എന്ന് പറയും. ഈ ഫിലിപ്പ് എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ അന്തിപ്പാസ് ഹെരോദാവിൻ്റെ സഹോദരനാണ്. ഇത് അദ്ദേഹം നാടുവാഴി ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രദേശങ്ങളിലെ ഹെരോദാവായിരുന്നു. ഈ ഫിലിപ്പിൻ്റെ ഭാര്യയാണ് അന്തിപ്പാസ് മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയി, എന്ന് പറഞ്ഞാൽ അവിഹിതത്തിലൂടെ സമ്പാദിച്ച് സ്വന്തം ഭാര്യയാക്കിയത്. ഇതിനെയാണ് ആര് ചോദ്യം ചെയ്തത്? യോഹന്നാൻ സ്നാപകൻ ചോദ്യം ചെയ്തിട്ട് നീ കാണിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞതിൻ്റെ വൈരാഗ്യം ആരുടെ ഉള്ളിലുണ്ടായിരുന്നു? ഈ ഫിലിപ്പിൻ്റെ ഭാര്യയായ ഹെരോദ്യ എന്നായിരുന്നു അവരുടെ പേര്, അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മകൾ ശലോമി നൃത്തം ചെയ്തപ്പോൾ യോഹന്നാൻ്റെ ശിരസ് തനിക്ക് സമ്മാനമായി വേണം എന്ന് ഈ അന്തിപ്പാസ് ഹെരോദാവിനോടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഹെരോദാക്കന്മാരെ പറ്റി ഒരു ധാരണ തരുവാൻ വേണ്ടി ഈ 4 പേരുടെ പേര് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ മഹാനായ ഹെരോദാവിൻ്റെ കാലത്താണ് യേശു ക്രിസ്തു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ചത്. എന്നിട്ട് എന്താണ്, കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലേക്ക് എത്തുകയാണ്. കിഴക്ക് നിന്ന് ജ്ഞാനികൾ, വിദ്വാൻമാർ എന്ന് പറഞ്ഞാൽ ജ്ഞാനികളാണ്, അവർക്ക് ജ്ഞാനമുണ്ട്. വിദ്വാൻമാർ, ജ്ഞാനികളായവർ യെരുശലേമിലേക്ക് നക്ഷത്രം കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇവർക്ക് ഈ നക്ഷത്രത്തെ പറ്റിയുള്ള ധാരണ എവിടെ നിന്നാണ് വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഈ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രവചനം കിടപ്പുണ്ട്. അതെവിടെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? അതായത് സംഖ്യാപുസ്തകത്തിലേക്ക് വരാം. സംഖ്യാപുസ്തകത്തിൽ ഒരു പ്രവചനം കിടപ്പുണ്ട്. ആ പ്രവചനത്തിൻ്റെ ഫലമായാണ് ഈ വിദ്വാൻമാർക്ക് ഒരു നക്ഷത്രത്തെ പറ്റിയുള്ള ധാരണ കിട്ടുന്നത്. നിങ്ങൾക്ക് സംഖ്യാപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട വിജാതീയനായ ഒരു പ്രവാചകനെപ്പറ്റി അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. സംഖ്യാപുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക വിജാതീയനായ പ്രവാചകനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പ്രവാചകൻ ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ പ്രവാചകൻ? ഏതാണ് വിജാതീയനായ പ്രവാചകൻ? ബിലയാം. ബിലയാം എന്നുള്ള വിജാതീയനായ പ്രവാചകൻ ചെറിയ പ്രവാചകനായിരുന്നില്ല, ശക്തിയുള്ള പ്രവാചകനായിരുന്നു. പക്ഷേ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. ആ കുഴപ്പങ്ങൾ പിന്നീട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അദ്ദേഹത്തിന് ഒരു കാര്യത്തോട് വലിയ ബലഹീനതയായിരുന്നു. എന്തിനോടായിരുന്നു അറിയാമോ? ദ്രവ്യത്തോട് ബലഹീനതയുണ്ടായിരുന്നു. അത് യൂദായുടെ ലേഖനത്തിലും അതുപോലെ തന്നെ പത്രോസിൻ്റെ ലേഖനത്തിലുമൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ വെളിപാടിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ ബിലയാം പക്ഷേ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനായിരുന്നു പറയാൻ കാരണം കർത്താവിൻ്റെ വരവ് പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെടുക്കാം സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യം. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ലാതാനും, ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലാതാനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. ഈ ബിലയാം പ്രവാചകൻ അദ്ദേഹം ദർശനം കാണുന്നത് കണ്ണ് തുറന്നിരുന്നായിരുന്നാണ് പറയുന്നത്.
അത് നിങ്ങൾ 16-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും. 16-ാം വാക്യം വായിച്ച്, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ്, ബിലെയാം പറയുകയാണ്, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അത്യുന്നതൻ്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തൻ്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവൻ പറയുന്നത്. കണ്ണ് തുറന്നിരുന്നാണ് പ്രവചിക്കുന്നത്. കണ്ണടച്ചിരുന്നാൽ പോലും നമുക്ക് പ്രവചനം വരാറില്ല. അപ്പോൾ അത്രയ്ക്ക് ശക്തിയുള്ള പ്രവാചകനായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ദുരുപയോഗം ചെയ്യുവാനായിട്ട് ബാലാക്ക് വിളിച്ചു വരുത്തി ഇസ്രായേൽ ജനത്തെ ശപിക്കണം എന്ന് പറഞ്ഞു. ബിലെയാം ദൈവത്തോട് ചോദിച്ചു, ഞാൻ പോകണമോ? ദൈവം എന്ത് പറഞ്ഞു? ദൈവം എന്താണ് പറഞ്ഞത്? പൊയ്ക്കോളാനാണ് പറഞ്ഞത്. പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. പൊയ്ക്കോളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ എന്നുള്ള ഉദ്ദേശത്തിലല്ല പറഞ്ഞത്, പോകണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായൊരു സംഭവം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ ഫാദർ വളരെ സ്ട്രിക്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനും മറ്റൊരു കസിനും കൂടെ, ആ കസിൻ ഇപ്പോൾ ഒരു അച്ഛനാണ്, അവർ 10ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ സിനിമ കാണണമെന്ന് മോഹം തോന്നി. അപ്പോൾ ഇത് അപ്പനോട് ചെന്ന് ചോദിച്ച് അനുവാദം വാങ്ങിക്കാൻ പറ്റത്തില്ല. പക്ഷേ ചോദിക്കാതെ പോകാനും പറ്റത്തില്ല. ചോദിച്ചാൽ വിടത്തില്ലെന്നറിയാം. ചോദിച്ചാൽ വിടത്തില്ല, പക്ഷേ ചോദിക്കാതെ പോയാൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ പൂരമാണ്. അതുകൊണ്ട് ഇവരൊരു മയത്തിൽ ചെന്ന് പതുക്കെ രണ്ടുപേരും കൂടെ, ചാച്ചാ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പൊക്കോട്ടെ. ചാച്ചൻ പറഞ്ഞു പൊക്കോണം എന്ന് പറഞ്ഞു. യമ്മാരെന്ത് ചെയ്തു? രണ്ടും കൂടെ സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നു. പൊക്കണമെന്നില്ലേ പറഞ്ഞത്? അതുപോലെയാണ് ദൈവം ഇവിടെ പറഞ്ഞത്. പിന്നെ ചെറിയൊരു തൃശ്ശൂർ പൂരമൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഞാനന്ന് ജനിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെയാണ് ദൈവം ബിലെയാമിനോട് പറഞ്ഞത്, നീ അങ്ങനെ കുറേനെ പോയി നോക്കിയിട്ട് വാ, പോയി പഠിച്ചിട്ട് വാ എന്നാണ് പറഞ്ഞത്. ബിലെയാമിന് കാര്യമൊക്കെ മനസ്സിലായിരുന്നു. പക്ഷേ ദ്രവ്യത്തോടുള്ള ആഗ്രഹം കിടക്കുകയാണ്. ദ്രവ്യത്തോടുള്ള ആഗ്രഹം കിടന്നതുകൊണ്ട് ബിലെയാം എന്ത് ചെയ്തു? ബാലാക്കിൻ്റെ ദ്രവ്യം മോഹിച്ച് ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായിട്ട് പുറപ്പെടുകയാണ്. തൻ്റെ കഴുതപ്പുറത്താണ് പോകുന്നത്. പോകുന്ന സമയത്ത് കഴുതയ്ക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. കഴുത വഴിമാറാൻ നോക്കി, നടന്നില്ല. കഴുത അവിടെ നിന്നു. ബിലെയാം കഴുതയെ അടിച്ചു. കഴുത വയലിലേക്ക് ചാടി. ബിലെയാമിന് ദേഷ്യം മൂത്തു, വീണ്ടും തല്ലി. കഴുത പിന്നെ 2 ഭിത്തിയുടെ ഇടയിൽ കൂടിയായിരുന്നു സഞ്ചരിച്ച സമയത്താണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കഴുതയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കഴുത പതിയെ ബിലെയാമിനെ ഭിത്തിയോട് ചേർത്ത് ഉരച്ചു. ദേഷ്യമൂത്ത് പൊതിരെ തല്ലി. അപ്പോൾ ദൈവം കഴുതയുടെ വായി തുറന്നു. നീ എന്തിനാണ് എന്നെ അടിക്കുന്നത്? കഴുത മാറിയില്ലായിരുന്നെങ്കിൽ ദൈവദൂതൻ ബിലെയാമിനെ കൊന്നേനെ. അങ്ങനെ ബിലെയാമിന് സംഗതി ബോധ്യമായി. ബാലാക്കിൻ്റെ അടുത്ത് ചെന്നു. ഇസ്രായേൽ ജനത്തെ 2-3 സ്ഥലത്ത് എന്തുവെന്നിങ്ങനെ കാണിച്ചു കൊടുത്തു. 3 സ്ഥലത്തും അനുഗ്രഹവചസ്സുകളല്ലാതെ മറ്റൊന്ന് പറയുവാൻ ബിലെയാമിന് സാധിക്കുന്നില്ല. ആ ഒരു തലത്തിലേക്ക് വന്നു. അപ്പോൾ ആ അനുഗ്രഹവചസ്സുകളുടെ കൂട്ടത്തിൽ ബിലെയാം പറഞ്ഞതാണ്, അനുഗ്രഹത്തോടുകൂടി പറഞ്ഞ വാക്കാണ് ഈ ഏദോം വംശം ഉന്മൂലനാശം ചെയ്യപ്പെടുമെന്നുള്ളത്. ഏദോമ്യർ ഉന്മൂലനാശം ചെയ്യപ്പെടും. ഈ ഹെരോദാവ് ആരായിരുന്നു? ഏദോമ്യനായിരുന്നു. അതുകൊണ്ടാണ് ഹെരോദ് ഗ്രേറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ
ഹെരോദാവ് ശിശുക്കളെല്ലാം കൊല്ലുവാൻ തീരുമാനിച്ചത്. ഉദ്ദേശം കർത്താവിനെ കൊല്ലുക എന്നുള്ളതായിരുന്നു. കാരണം യഹൂദന്മാരുടെ രാജാവായിട്ട് ഒരുത്തൻ പിറന്നിട്ടുണ്ട് എന്നുള്ളത് ബിലെയാമിൻ്റെ പ്രവചനമാണ്. ബിലെയാമിൻ്റെ പ്രവചനത്തെ ഈ ഹെരോദാവ് തൻ്റെ ജ്ഞാനികളുമായിട്ട് ഒത്തൊരുമിച്ചൊക്കെ കൂടി ആലോചിച്ചപ്പോൾ ആ നക്ഷത്രം ഇവനാണെന്നുള്ളത് ഹെരോദാവിന് ബോധ്യമാവുകയും കൊല്ലുവാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. ആ കൊല്ലുവാൻ തീരുമാനിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇവൻ രാജാവായാൽ എൻ്റെ വംശം നിന്നു പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ വിദ്വാൻമാർക്കും ഈ അറിവ് കിട്ടിയത് ഈ പ്രവചനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവർ വിദ്വാൻമാരാണ്, അല്ലെങ്കിൽ ജ്ഞാനികളാണ്. ജ്ഞാനികളായവർ ജ്ഞാനം അന്വേഷിച്ച് പോകണമെങ്കിൽ ഇവനിലുള്ള ജ്ഞാനം അവരുടെ ജ്ഞാനത്തേക്കാൾ മികച്ചതാണെന്ന് ഈ ജ്ഞാനികൾക്ക് ബോധ്യം വന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇവർ ജ്ഞാനികളാണ്. ആ ജ്ഞാനികൾക്ക് അവരുടെ ജ്ഞാനം തന്നെ വിനയത്തിൽ നിന്നാണ്. ജ്ഞാനികൾ അഹങ്കാരികളായിപ്പോയാൽ ദുഷിച്ചു പോകും. പക്ഷെ ഇവർക്ക് മനസ്സിലായി തങ്ങളെക്കാൾ ജ്ഞാനിയേറിയ ഒരുവൻ ജനിച്ചിരിക്കുന്നു, അവനെ കാണുവാൻ വേണ്ടി പൊന്നും മൂരും കുന്തിരിക്കുമായിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ജ്ഞാനത്തേക്കാൾ വലുതായ മറ്റ് ഒരു വലിയ ജ്ഞാനം, നക്ഷത്രമായി ജനിച്ചിരിക്കുന്നവനെ കാണുവാൻ ഞങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ഒന്നും കൂടെ ഏറുകയാണ്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളൊരു കാര്യം അതാണ്. ദൈവിക ജ്ഞാനം നമ്മൾ പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ നമ്മൾ പ്രാപിക്കുവാനുള്ള ഒരു ഹൃദയം നമുക്ക് ദൈവം തുറന്നു തന്നാൽ നമ്മൾ കൂടുതൽ ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടി വിനയാന്വിതരായി മാറുകയാണ് ചെയ്യുന്നത്. ജ്ഞാനം വർദ്ധിക്കും തോറും, ദൈവിക ജ്ഞാനം വർദ്ധിക്കും തോറും നമ്മളിലുള്ള എളിമ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അത് ദൈവിക ജ്ഞാനം അല്ല എന്ന് തന്നെ നിങ്ങൾ അടിവരയിട്ട് എഴുതിക്കോളൂ. ഇന്ന് അനേകർ വചനം എടുത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്, വചനം പലർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വചനത്തിൽ തീവ്രമായ ഗ്രാഹ്യമുള്ളവരുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, അവരുടെ സ്വഭാവത്തിൽ എളിമ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ജ്ഞാനത്തിലല്ല, അവർ ലോകജ്ഞാനവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. എപ്പോഴും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, എളിമ എന്ന് പറയുന്ന വെർച്യു എളുപ്പമല്ല കിട്ടാൻ. നമുക്കെല്ലാം തോന്നും നമ്മൾ എളിമയുള്ളവരാണെന്ന്. പക്ഷേ എളിമ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ പ്രയാസമാണ്. ഈ പറയുന്ന എൻ്റെ ഉള്ളിലും ഭീകരമായ അഹങ്കാരത്തിൻ്റെ ആത്മാവ്, അഹന്തയുടെ ആത്മാവൊക്കെ കിടപ്പുണ്ടാവും. ഇത് കർത്താവാണ് കാണിച്ചു തരേണ്ടത്. കർത്താവിനെ ഇത് കാണാൻ പറ്റത്തുള്ളൂ. പത്രോസിൻ്റെ ഉള്ളിൽ പോലും തള്ളിപ്പറയാനുള്ള ഒരു ആത്മാവ് കിടന്നിരുന്നത് പത്രോസിന് അറിയത്തില്ല. ഇതാണ് ഈ എളിമയുടെ വലിയൊരു പ്രശ്നം. നമ്മുടെ ഈ ഉള്ളിൽ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന സാധനം അതായിരിക്കത്തില്ല. നമ്മളെല്ലാവരും പെരുമാറുകയാണ് ചെയ്യുന്നത്, പെരുമാറ്റമല്ല സ്വഭാവം. ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവരീതി ആയിരിക്കില്ല അവിടെ കാണിക്കുന്നത്. സ്വഭാവരീതിയാണ് കാണിക്കേണ്ടത്, പക്ഷേ സ്വഭാവമായിരിക്കില്ല പലപ്പോഴും നമ്മൾ കാണിക്കുന്നത്. നമ്മൾ പെരുമാറുകയാണ്, പെരുമാറ്റമാണ്. അവിടെ ചെന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നെനിക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയും വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സംസാരിക്കുക, ഇടപഴകുക, അപ്പോൾ എങ്ങനെ പെരുമാറണം, എറ്റിക്കറ്റ് അത് ആവശ്യമാണ്. പക്ഷേ ഈ പെരുമാറ്റം സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ടോ? നമുക്കറിയാം എങ്ങനെ പെരുമാറണമെന്ന്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നു, രണ്ടച്ഛന്മാർ. ആ ഒരു അന്തരീക്ഷമായിരിക്കുമോ ഇപ്പോൾ ഒരു മെത്രാപ്പോലിത്ത ഇവിടെ വന്നാലുള്ളത്? നമ്മുടെ പെരുമാറ്റ രീതി പെട്ടെന്ന് മാറും അല്ലേ? പക്ഷേ അത് സ്വഭാവമായിട്ടുണ്ടോ? അപ്പോൾ അത് തിരിച്ചറിയുവാൻ വേണ്ടി ചെറിയ ചെറിയ സംഭവങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഈർഷ്യയും അല്ലെങ്കിൽ അത്തരം വികാരങ്ങളും ശ്രദ്ധിച്ചാൽ മതി. നമ്മളുടെ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ എളിമ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതേസമയം നിങ്ങൾ ഒരു വ്യക്തിയെ ഞാൻ
ഒന്ന് ശകാരിക്കുകയോ ശാസിക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ച് ഒന്ന് ശാസിക്കുകയോ ശകാരിക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ശാസന എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയാം, അച്ഛൻ പറഞ്ഞത് ശരിയല്ലായിരിക്കാം, ഞാൻ ശരിയായതല്ലാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക. അത് നിങ്ങൾ എന്നെ തിരുത്താനായിട്ട് വരുന്നു. എൻ്റെ മനസ്സിൽ നിങ്ങളത് പറയുമ്പോൾ ഇവൻ ആരാണ് എന്നെ തിരുത്താൻ എന്ന് എൻ്റെ ഉള്ളു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോഴും എളിമയുള്ളവൻ അല്ല എന്നാണ്. അത് നമ്മളെല്ലാ ബന്ധങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പനും മകനും, അമ്മായപ്പനും അമ്മായിയമ്മയും, മരുമക്കൾ, ബന്ധങ്ങൾ, സഹോദരി സഹോദരന്മാർ, കൂട്ടുകാർ, എവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ കാര്യം, ചെറിയ കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ തെറ്റുകൾ നമ്മളെ ഒരാൾ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈർഷ്യയും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കത്തില്ലായിരിക്കും കേട്ടോ, കാണിക്കത്തൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ സാധനം കിടക്കുകയാണ്. അപ്പോൾ ഇതറിയാവുന്ന ആർക്കേ ഉള്ളൂ? കർത്താവിനേ ഉള്ളൂ. നമ്മളുടെ വിചാരം നമ്മൾ വലിയ എളിമയുള്ളവരാണ് എന്നാണ്. പത്രോസ് വിചാരിച്ചിരുന്നത് എന്താണ്? പത്രോസ് ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറയില്ല എന്നാണ്. അതവൻ ഏറ്റു പറയുന്നുമുണ്ട്. നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ ആളാണ് ഒരു വേലക്കാരി സ്ത്രീയുടെ മുമ്പിൽ ഇവനെ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയെന്നാണ് പറഞ്ഞത്. തൊട്ട് തലേന്ന് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹ ആകുന്നുവെന്ന് ഏറ്റു പറഞ്ഞ അതേ ആത്മാവുള്ളവൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സാധനം കിടപ്പുണ്ടായിരുന്നു. ഇത് അവനറിയില്ല, ശിഷ്യന്മാർക്കും അറിയില്ല, ആർക്കും അറിയത്തില്ല. ഇത് ആർക്കേ അറിയത്തുള്ളൂ? ഉടയവന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഉടയവന് മാത്രം നമ്മളെപ്പറ്റി അറിയാവുന്ന ചില രഹസ്യങ്ങളുണ്ട്. ഈ രഹസ്യങ്ങൾ നമുക്ക് ബോധ്യമാണോ എന്നുണ്ടെങ്കിൽ ഉടയവൻ്റെ അടുത്ത് ചെന്ന് ഇരിക്കണം. കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഇരുന്ന് നമ്മൾ അതിനുവേണ്ടി നമ്മൾ സമയം ചിലവാക്കി കഴിഞ്ഞാൽ നമ്മളെ ഒരു കണ്ണാടി പോലെ അവൻ കാണിച്ചു തരും. നാളെ തൊട്ട് ഉടനെ നമ്മളെല്ലാം കർത്താവിൻ്റെ അതേ പ്രതിമയായി മാറുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ സാവകാശം അതിനെ മാറ്റുവാനുള്ള ഒരു ക്രമീകരണം നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ കർത്താവ് കൊണ്ടുവന്നിടും. അതിന് വചനം വായിലും സമീപത്തും കൂടെ ഇരിക്കുമ്പോൾ അത് സ്വാഭാവികമായി സംഭവിച്ച് പെരുമാറ്റം സ്വഭാവമായി മാറും. അല്ലെങ്കിൽ നമ്മൾ പെരുമാറത്തേ ഉള്ളൂ, നമ്മുടെ സ്വഭാവം വേറെയായിരിക്കും. കർത്താവ് പെരുമാറ്റത്തെ അല്ല നോക്കുന്നത്, സ്വഭാവം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഉള്ളിലിരിക്കുന്ന എളിമയെ തിരിച്ചറിയുവാൻ ജ്ഞാനം സഹായകമാണ്. അപ്പോൾ ഈ 3 വിദ്വാൻമാർ, അവർ പൊന്ന്, മൂര്, കുന്തിരിക്കം, ഇവ 3 കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? പൊന്ന്, മൂര്, കുന്തിരിക്കം. ഇതിനെ 2 രീതിയിൽ നമ്മൾ കാണണം. അവർക്ക് മനസ്സിലായി തങ്ങളുടെ ജ്ഞാനത്തേക്കാൾ മികച്ച ഒരു ജ്ഞാനം, ഒരു നക്ഷത്രം പോലെ യാക്കോബിൽ നിന്ന് ഉദിച്ചിരിക്കുന്നത് ഈ നസറാന യേശുവാണെന്ന്, അല്ലെങ്കിൽ ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്ന യേശുവാണെന്ന് അവർക്ക് ബോധ്യമായപ്പോൾ അവരുടെ ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് 3 കൂട്ടം കാര്യങ്ങൾ കൊണ്ടുവന്നത്. എന്ത്? പൊന്ന്, മൂര്, കുന്തിരിക്കം. അതിനെ ബിബ്ലിക്കലായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ പൊന്ന് എന്ന് പറയുന്നത് എന്താണ്? രാജകീയത്വത്തെ അല്ലേ? കുന്തിരിക്കം പൗരോഹിത്യത്തെ, മൂര് പ്രവാചകത്വത്തെ. ഈ 3 കൂട്ടം കാര്യങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുന്നിൽ അവർ സമർപ്പിക്കുകയാണ്. ഇത് നമുക്ക് കുറച്ചും കൂടെ പുതിയ നിയമഭാഷയിൽ വ്യാഖ്യാനിച്ചാൽ ഇത് 3 അവിടെ അങ്ങനെ നിലനിൽക്കെ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും. അതിൽ പൊന്നാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്, വിശ്വാസവും പ്രത്യാശയും. ബാക്കിയെല്ലാം നീങ്ങിപ്പോകുന്നതാണ്. ഈ പൊന്ന് മാത്രമേ അവശേഷിക്കത്തുള്ളൂ അല്ലേ? അത് പൗലോസ്ലീഹ അങ്ങനെയാണ് പറഞ്ഞിട്ടിരിക്കുന്നത് അല്ലേ? വിശ്വാസവും പ്രത്യാശയും, ഇവയിൽ വലുതോ സ്നേഹമത്രേ. കാരണം സ്നേഹം തീയിലിട്ട് നോക്കുമ്പോൾ കൂടുതൽ അത് ശോഭിക്കുകയും തിളങ്ങുകയും ചെയ്യും. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും തീയിൽ വെന്തു പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയല്ല പറയുന്നത്. നമ്മൾ ഈ വിശ്വാസമൊന്നും നമ്മൾ ഏറ്റെടുത്ത് നിലവിളിച്ച് കൂവുന്ന പല സംഗതികളും ആ ആത്മാവിൻ്റെ അന്തരാളങ്ങളിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നതല്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ്. ഇപ്പോൾ നമ്മൾ സഭാസ്നേഹം നല്ലതാണ്, സഭാവിശ്വാസം നല്ലതാണ്. അതൊക്കെ എന്തിനാണ് ഈ വിശ്വാസങ്ങളെല്ലാം? ക്രിസ്തു സ്നേഹം വർദ്ധിപ്പിക്കുവാനാണ്. ക്രിസ്തു സ്നേഹം വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമായിപ്പോവും. അതുകൊണ്ട് പൊന്ന്
അത് തീയിൽ ഊതിക്കഴിച്ച അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. വിശ്വാസം, സ്നേഹം, പ്രത്യാശ. ഇതിൽ വലുതോ സ്നേഹമത്രേ. വേറൊന്നും നിലനിൽക്കത്തില്ല, സ്നേഹം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ ഈ ആത്മീയ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവേ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇപ്പോൾ അച്ഛന്മാരായ ഞങ്ങൾ കുർബാന ചൊല്ലുന്നു, പ്രാർത്ഥനയോഗം നടത്തുന്നു, ധ്യാനപ്രസംഗങ്ങൾ നടത്തുന്നു, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നു, വേദപുസ്തകം വായിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആധ്യാത്മിക ജീവിതത്തിൽ ഇത്രയും കാര്യം ചെയ്യുന്ന ഞാനുൾപ്പെടെ പലരെയും എനിക്ക് കാണുവാൻ പറ്റിയിട്ടുണ്ട്. സഹോദരനോട് സ്നേഹമില്ല, സ്വന്തം സഹോദരനോട് പ്രയാസമാണ്. അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഇടയിൽ തന്നെ അച്ഛന്മാർ തമ്മിൽ ബുദ്ധിമുട്ടുകളാണ്. മെത്രാപ്പോലീത്തായുടെ വിധേയത്വമില്ല, അനുസരണമില്ല. കുർബാനയൊക്കെ ചൊല്ലുന്നുണ്ട്, ധ്യാനമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം അത്രയെന്നാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം അത്രയെന്ന് പറയുമ്പോൾ വിശ്വാസം സ്നേഹമായിട്ട് പരിണമിക്കണം. അപ്പോൾ ഇതെല്ലാം നിവർത്തിച്ചിട്ടും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അത് 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. നമുക്ക് ആ അധ്യായം ഒന്ന് വായിച്ചാലോ? നല്ലൊരു അധ്യായമാണ് 1 കൊരിന്ത്യർ 13 അധ്യായം. അത് നിങ്ങളത് ശ്രദ്ധിച്ച് വായിക്കണം. എത്ര മനോഹരമായൊരു അധ്യായമാണെന്ന് അറിയാമോ? 1 കൊരിന്ത്യർ 13 അധ്യായം 1 മുതൽ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, അതായത് നമുക്കൊന്ന് കാലികമായിട്ട് വ്യാഖ്യാനിക്കാം. അതായത് ഞാൻ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തിയാലും, വലിയ മർമ്മങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും, ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചെലുമ്പുന്ന കൈത്താളം അത്രേ. ചുമ്മാ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപകരണം പോലെ ഉള്ളുവെന്ന്. പിന്നീട് എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം എന്തെല്ലാം ചെയ്യുന്നു? സ്നേഹം ഇനി സ്നേഹം എന്താണെന്നാണ് പറയുന്നത്. ഈ സ്നേഹമില്ല എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ലവ്? അത് ആദ്യം എൻ്റെ എന്തല്ല എന്നാണ് പറയുന്നത്. എന്തല്ല എന്ന് മനസ്സിലാക്കണം. എന്താണെന്ന് പറയുന്നു, എന്തല്ലെന്ന് മനസ്സിലാക്കണം. എന്താണെന്നാണ് ആദ്യം പറയുന്നത്. സ്നേഹം എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു. അപ്പോൾ അത് ക്ഷമിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത് സ്നേഹം ഉണ്ടെങ്കിലേ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ സഹോദരനോട്, സഹോദരിയോട്, മാതാവിനോട്, പിതാവിനോട്, ഭാര്യയോട്, ഭർത്താവിനോട്, കൂട്ടുകാരനോട്, എൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികനോട്, മെത്രാപ്പോലിത്തായോട് എനിക്ക് ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തോട് ഒരു സ്നേഹം ഉണ്ടാവണം. ഇനി സ്നേഹം ഉണ്ടാകാനൊരു മാർഗമുണ്ട്, അറിയാമോ? നമ്മുടെ ശത്രുവിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്? എളുപ്പമല്ലത്. നമുക്കിതൊക്കെ ചുമ്മാ ഇങ്ങനെ പറയാമെന്നുള്ളതേ ഉള്ളൂ. ശത്രുവിനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? എനിക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു ശത്രുവിനെ എങ്ങനെയാണ് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്? അതിനൊരു ടെക്നിക്കുണ്ട്. നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക, തിന്മാൻ കൊടുക്കുക, ദാഹിക്കുമെങ്കിൽ കുടിക്കുവാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ മേൽ തീക്കനൽ കുന്നിക്കുമെന്നാണ്. അപ്പം നമുക്ക് ശത്രുവിൻ്റെ മേൽ തീക്കനൽ വീഴണമെന്നാണല്ലോ ആഗ്രഹം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ മാർഗം. പക്ഷെ അതിനേക്കാളിൽ ആഴത്തിലുള്ള മറ്റൊരു രഹസ്യം എഫേസ്യ ലേഖനം 2 അധ്യായം 10 വാക്യത്തിലുണ്ട്. നാം ചെയ്തു പോരേണ്ടതിന് അത് വായിച്ച് എഫേസ്യ ലേഖനം 2 അധ്യായം 10 വാക്യം. അത് നിങ്ങൾ ശരിയായിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ പതിയെ പതിയെ നിങ്ങളുടെ ഈ വൈരാഗ്യത്തെ നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് വരുവാൻ പറ്റും. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. എന്താണ് വായിച്ചത്? നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ടാണ് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ചില സൽപ്രവർത്തികൾ മുന്നമേ നിശ്ചയിച്ചുറപ്പിച്ച് ക്രിസ്തുയേശുവിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടേതായ രീതിയിലും
മനസ്സിലാക്കണം, മറ്റുള്ളവർക്കും അങ്ങനെ ഒരു സൽക്രിയ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇത് രണ്ടും മനസ്സിലാക്കണം. അതായത് ഇപ്പം എനിക്ക് ചെയ്യേണ്ടുന്ന ചില ക്രിയകൾ അല്ലെങ്കിൽ ലോകത്തിൽ ചെയ്യേണ്ട ശുശ്രൂഷകൾ ദൈവം മുന്നൊരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമാകുന്നതോടൊപ്പം ടിജു അച്ഛൻ അദ്ദേഹത്തിലും ചില ഇതുപോലുള്ള സൽപ്രവർത്തികൾക്കായിട്ട് അച്ഛനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം എന്നിലുണ്ടാവണം. അതുപോലെ അച്ഛനിലും ഉണ്ടാവണം, നിങ്ങളിലും ഉണ്ടാവണം, നിങ്ങൾക്ക് എന്നിലും ഉണ്ടാവണം. ഈ പ്രോസസ്സ് അങ്ങോട്ട് കഴിഞ്ഞ് അടുത്ത വചനം വായിച്ചേ. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. എന്താണ് നാം ചെയ്തു പോരേണ്ടതിനെന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ശത്രുവുമായിട്ട് ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനും ടിജുവറ്റിനും തമ്മിൽ പിണക്കമാണെന്ന് വിചാരിക്കുക, ഭീകര പിണക്കം, ഞങ്ങൾ തമ്മിൽ മിണ്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ശത്രുത വർദ്ധിച്ച് വരിക. ഞാൻ കുർബാന ചൊല്ലുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ധ്യാനപ്രസംഗം നടത്തുന്നുണ്ട്, കുർബാന അനുഭവിക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നത് ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല, സ്നേഹമില്ല എങ്കിൽ നീ വെറും ചിലമ്പുന്ന കൈത്താളമത്രേ, മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമത്രേ. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മളൊന്ന് മാറ്റപ്പെടുവാൻ ടിജുവച്ചൻ ചെയ്തു പോരേണ്ട ചില സൽപ്രവൃത്തികളുണ്ട്. എന്ത് ചെയ്തു പോരേണ്ട? അങ്ങനെയാണെങ്കിൽ ദൈവാത്മാവിൽ മാത്രം നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഒരു രഹസ്യം ഇതാണ്. നാളെ ടിജുവച്ചൻ ചെയ്തു പോരേണ്ട വൺ ഓഫ് ദി സൽക്രിയകൾ, പല സൽപ്രക്രിയകൾക്ക് വേണ്ടി ടിജുവച്ചനെ ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്, എന്നെയും ടിജുവച്ചനെയും. ടിജുവച്ചൻ ചെയ്തു പോരേണ്ട ചില സൽപ്രവർത്തികൾ ഒന്ന് എനിക്ക് വേണ്ടിയാണെങ്കിലോ എങ്ങനെ പറയാൻ പറ്റും? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുവായിരിക്കാം. അതായത് നിങ്ങൾ ശത്രുവെന്ന് ഇപ്പോൾ കരുതപ്പെടുന്നവരായിരിക്കാം ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് വേണ്ടി ഉപകാരമായി വരുന്നത്. നിങ്ങൾക്ക് നാളെ ഒരു തുള്ളി വെള്ളം തരുന്നത് അദ്ദേഹമായിരിക്കാം. ഈ കാര്യം മുന്നമേ അറിയണം. എങ്ങനെ? ഈ കാര്യം മുന്നമേ അറിയണം. അപ്പോൾ സഹോദരനോടോ സഹോദരിയോടോ മാതാവിനോടോ പിതാവിനോടോ വൈദിക ബന്ധത്തിലോ മെത്രാച്ചന്മാരോടോ പിണങ്ങിയിരിക്കുന്ന അച്ഛന്മാരും വൈദികരും കന്യാസ്ത്രീകളും സഹോദരനും സഹോദരിയും മാതാവും പിതാവും എല്ലാം മനസ്സിലാക്കിക്കൊള്ളണം. ഈ പിണങ്ങിയിരിക്കുന്നാൽ നാളെ ചിലപ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ എന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നവനാണെന്നുണ്ടെങ്കിൽ ആ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന രംഗം ഇന്നേ എനിക്ക് ആത്മാവിൽ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തന്നാൽ ഈ പിണക്കം അങ്ങ് പോകും. വല്ലതും പിടിയിട്ട് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളോട് ഇപ്പോൾ വഴക്കിടുന്ന മല്ലിടുന്നവനോട് നിങ്ങൾ ശത്രുത്വം ഉണ്ടാകാതിരിക്കുവാൻ നാളെ അവൻ നിനക്ക് ചോറ് വിളമ്പി തരുന്നവനാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൽപ്രവൃത്തി ദൈവം മുന്നൊരുക്കിയിട്ടുണ്ടെങ്കിൽ അത് മുന്നമേ ആത്മാവിൽ കാണുക. അത് ദൈവാത്മാവുള്ളവനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവാത്മാവുള്ളവരെ ദൈവം വഴി നടത്തും. ദൈവാത്മാവുള്ളവർ ദൈവത്തിൻ്റെ മക്കളാണ്, അവരെയാണ് ദൈവം വഴി നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായ പാതയിലൂടെ ശത്രുക്കൾ നിമിത്തം അവനെന്നെ നീതിയുള്ള പാതകളിൽ കൂടി വഴി നടത്തുന്നു. ശത്രുക്കൾ നിമിത്തമാണ്. ഈ ശത്രുക്കൾ തന്നെയായിരിക്കും ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് മിത്രങ്ങളാണ്. നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ശവപ്പെട്ടി ആരാണ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന്? നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കത്തില്ലേ? പക്ഷേ അത് എടുക്കാൻ ഒരാൾ വേണ്ടേ? ചുമ്മാ പോവില്ലല്ലോ സെമിത്തേരി വരെ. 4 പേർ അത് ചുമരണം. അത് ചുമക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത 4 പേരായിരിക്കും അത് ചുമക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ മല്ല് പിടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം ചുമക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പോരാട്ടമുള്ളത് ആരോടല്ല, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതിയായ ദുഷ്ടാത്മസേനയോടുമത്രേ. അവനോട് എതിർക്കുവാനുള്ള ആയുധം വേറെയാണ്. നമ്മളിവിടെ അയൽവക്കക്കാരനോടും സഹോദരനോടും സഹോദരിയോടും ഉപയോഗിക്കുന്ന ആയുധം അല്ല അവനോട് ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ശരിക്കും അതൊക്കെ അവൻ്റെ ആയുധങ്ങളാണ്. ഏത്? ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതിയുടെ ആയുധങ്ങൾ നമ്മളെടുത്ത് ഉപയോഗിക്കുകയാണ് നമ്മുടെ സഹോദരന് നേരെ. നമ്മുടെ വാഗുണ്ട്,
നമ്മുടെ നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, ആക്രമണം കൊണ്ട് അവൻ്റെ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ നാവ് കൊണ്ട് സഹോദരനെ ദ്രോഹിക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ നാവിൽ ഈ പറഞ്ഞ സാധനം ഇല്ല. ഏത് പറഞ്ഞ സാധനം? അതല്ല, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്ന ആ വചനം എന്ന ആയുധമില്ല. അതൊരു ആയുധമാണ് വചനം. അതല്ലേ എഫേസ്യ ലേഖനത്തിൽ അത് കൃത്യമായിട്ട് പൗലോസ് പഠിപ്പിക്കുന്നുണ്ടല്ലേ? ആ വചനം എടുത്ത് നിങ്ങൾ പോരാട്ടങ്ങളുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. എഫേസ്യർ 6-ാം അധ്യായത്തിലായിരിക്കണം. വായിച്ചേ. ഇനി ആ സർവായുധ വർഗ്ഗങ്ങളെന്ന് വായിച്ചേ. സർവായുധ വർഗ്ഗം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. എന്തൊക്കെയാണ് സർവായുധ വർഗം? വായിച്ചോളൂ. ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും, അവിടെയാണ് നമ്മുടെ യുദ്ധം തുടങ്ങുന്നത്. അവിടെയാണ് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം. വിശ്വാസം ഒരായുധമാണെന്ന് മനസ്സിലായോ? വിശ്വാസം ഒരായുധമാണ്. പക്ഷേ വിശ്വാസം സ്നേഹത്തിലേക്ക് പരിണമിക്കണം. കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് യേശുവിനിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യേശുവിനോട് സ്നേഹമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സാത്താനും വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുക മാത്രമല്ല, സാത്താനാണെങ്കിൽ യേശുവിനിൽ വിശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല വിറയ്ക്കുകയും കൂടെ ചെയ്യുന്നുണ്ടെന്നാണ് യാക്കോസ്ലിയ പറയുന്നുണ്ട്. സാത്താന് യേശുവിൽ വിശ്വാസമുണ്ട്, യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ വിറയ്ക്കുന്നൊന്നുമില്ല. വിറയ്ക്കണ്ട, പോട്ടെ, അപ്പനല്ലേ. പക്ഷെ സ്നേഹമുണ്ടോ? അപ്പനോട് സ്നേഹമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് മനനം ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മളെല്ലാം വിശ്വാസികളാണ്. പരിശുദ്ധ മാമോദീസയിൽ കൂടെ ഒരു പൗരസ്ത്യ സഭയുടെ ദർശനത്തിൽ കൂടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ അവനോടുകൂടെ ചേർക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്നേഹമുണ്ടാണ്. അതിന് ഇടപഴകണം. ഇടപഴകിയെങ്കിൽ മാത്രമേ, കൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ സ്നേഹം വരത്തുള്ളൂ. അല്ല ആവശ്യമുള്ളപ്പോൾ ചെന്ന് അപ്രോച്ച് ചെയ്യുന്നത് സ്നേഹമല്ല, അത് സ്വാർത്ഥതയാണ്. നമുക്കൊരു വേദന വരുമ്പോൾ ഓടി ദേവാലയത്തിലേക്ക്, പിന്നെ അങ്ങ് നോമ്പായി, ഉപവാസമായി, പ്രാർത്ഥനയായി, ഇതങ്ങോട്ട് കഴിയുമ്പോൾ ഇതെല്ലാം പിന്നെയും തീരും. അങ്ങനെ കുറേ പേരെ എനിക്കറിയാം. സീസണൽ ഭക്തന്മാർ. തീവ്രമായ അനുഭവം ഉണ്ടാവും, തീവ്രമായ വേദനയുടെ അനുഭവം. ആ സമയത്ത് അനുദപിച്ച് പ്രാർത്ഥിച്ച് മുട്ടുമേൽ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ട് അനുഗ്രഹം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് എല്ലാം പതുക്കെ പഴയതുപോലെ തന്നെയായി. പിന്നെ പതുക്കെ വേദോസ്ത വായന കുറഞ്ഞു, പ്രാർത്ഥന കുറഞ്ഞു, ദൈവസ്നേഹം കുറഞ്ഞു, ആരാധന കുറഞ്ഞു, പള്ളിയിൽ പോകുന്ന ആ രീതി കുറഞ്ഞു, ഇതെല്ലാം കുറഞ്ഞു. അപ്പോൾ എന്തു ചെയ്യും? അങ്ങനെ ഒരാളെ എനിക്കറിയാം. അപ്പോൾ എന്തു ചെയ്യും? ദൈവം വേറൊരടി കൊടുക്കും, വേറൊരടി. അപ്പോൾ പിന്നെ അയ്യോ അച്ഛാ പ്രാർത്ഥിക്കണേ അച്ഛാ, വയ്യച്ഛാ, തളർന്നു, എന്നെ ദൈവം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവം പരീക്ഷിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്, ദൈവം പരീക്ഷിക്കുന്നില്ല. യാക്കോബ് ലേഖനത്തിലുണ്ട്, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തർ സ്വന്തം മോഹങ്ങളിൽ വശീകരിക്കപ്പെട്ട് അതിനിരയായി തീരുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ ചെയ്യുന്നതിനൊരു ഇഫക്റ്റുണ്ട്. ദൈവം കൊണ്ടുവരുന്ന നല്ലത്. പാപം ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റ് നമ്മൾ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. അതങ്ങനെയാണ്. അല്ലാതെ അത് പോകില്ല. അതിനാണ് ദൈവം കൂടെ നിന്ന് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് അതിനെ എടുത്തു മാറ്റുവാൻ നമ്മളെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവിന് മേലിൽ നിന്ന് പറഞ്ഞാൽ പോരായിരുന്നോ, എല്ലാ പാപികളും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ പോരായിരുന്നല്ലോ? സർവശക്തനായ ദൈവത്തിന് അത് പറഞ്ഞുകൂടായിരുന്നോ? അതല്ല എൻ്റെ പ്രോസസ്സ്. ആ പ്രോസസ്സിന് കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് ശരീരത്തിൽ വഹിക്കുവാൻ പറ്റാത്ത
പാപത്തെ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അതിനെ അടിച്ച് തകർത്ത് ഉയർത്തെഴുന്നേറ്റു. ഇത് വല്ലതും ചെയ്യേണ്ട കാര്യം ദൈവപുത്രനുണ്ടോ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരു പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്മയാണല്ലോ, അത് തന്നെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് അതിൻ്റെ അനന്തരഫലം വരും. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും അനന്തരഫലം വരും. പക്ഷെ അവിടെയാണ് കർത്താവിൻ്റെ കാൽവറിയുടെ ആ ശ്രേഷ്ഠത മനസ്സിലാക്കി നമ്മൾ യേശുവിനോട് സ്നേഹവും ഇഷ്ടവും തോന്നേണ്ടത്. അവൻ സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 1 യോഹന്നാൻ 1 അധ്യായം 6 വാക്യമാണോ? 1 യോഹന്നാൻ 1 അധ്യായം 9 വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതുകൊണ്ട് 2 അധ്യായം 1 വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ വീണ്ടും പറയുകയാണ്, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, മക്കളെ, ഈ ലേഖനം എഴുതിയപ്പോഴത്തേക്ക് യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഏകദേശം 80-90 വയസ്സായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മക്കളായി. അപ്പോൾ പറയുകയാണ്, മക്കളെ, അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അതിന് പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല, ചെയ്തു പോയെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. ഈ പാപത്തിൻ്റെ അനന്തരഫലത്തെ ഏറ്റെടുത്ത് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരുത്തൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയെന്നാണ് അവരുടെ മേൽ. അങ്ങനൊരു വചനമുണ്ട് ഗലാത്യരിൽ. അങ്ങനെ ഒരുത്തൻ നമ്മുടെ കൂടെയുണ്ട്. 1 പത്രോസ് 2:24 അവൻ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, അവനല്ല നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, എവിടെ ചുമന്നുകൊണ്ട്? തൻ്റെ ശരീരത്തിൽ. അതെടുത്ത് പറയണം, അതിനുവേണ്ടി ആ വാക്യം പറഞ്ഞത്. തൻ്റെ ശരീരത്തിൽ. വല്ല കാര്യമുണ്ടോ? കർത്താവിന് അതിൻ്റെ വലിയ കാര്യമുണ്ടോ? മേളിൽ നിന്ന് ആജ്ഞാപിച്ചാൽ പോരായിരുന്നോ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഈ ലോകം. കാറ്റിനോടും കടലിനോടും അടങ്ങട അടങ്ങ എന്ന് പറഞ്ഞപ്പോൾ പഞ്ചപുച്ഛമടക്കി സമുദ്രം അടങ്ങി, ശാന്തമായി. അവന് മേളിൽ നിന്ന് കൽപ്പിച്ചാൽ പോരായിരുന്നോ? പാപം നീങ്ങിപ്പോകട്ടെ, പിശാച് നശിച്ചു പോകട്ടെ. പ്രോസസ്സ് അതല്ല. ആ പ്രോസസ്സിൽ കൂടെ ദൈവം ചെയ്യുകയുള്ളൂ. കാരണം ദൈവം നീതിമാനാണ്. നീതിയെപ്പറ്റി നമ്മൾ ഇനി പഠിക്കും. റോമർക്കെഴുതിയ ലേഖനത്തിൽ വിശദമായിട്ട് പഠിക്കും. നീതിമാനായ ദൈവം. ഇനി നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. അടുത്ത ദിവസം മുതൽ റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ സാധനം നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ആ റോമർക്കെഴുതിയ ലേഖനം പഠിച്ചു കഴിയുമ്പോഴേ നിങ്ങൾ ക്രിസ്തുവിനോട് ഭയങ്കര ഇഷ്ടം തോന്നും. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തോന്നും. ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ തോന്നും. പക്ഷേ നമ്മളതിൻ്റെ ശ്രദ്ധയോടുകൂടി വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പതിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് നമ്മളിൽ വന്നു ചേരുന്നവയെ കർത്താവിനെ ദൂരീകരിച്ച് നമ്മളെ ശുദ്ധീകരിക്കുവാൻ പറ്റും. അവൻ വിശ്വസ്തനും നീതിമാനുമാവുന്നു. ഇനി നമുക്ക് തിരിച്ചു വരാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. 2 വാക്യമാണ് നമ്മൾ വായിച്ചത്. യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ആ ഭ്രമിച്ചതിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അവനാകെ ഭയന്നു പോയതിൻ്റെ കാര്യം, ഏതോ വംശം ഉന്മൂലനാശം ചെയ്യപ്പെടുമെന്ന് ബിലയാമിൻ്റെ പ്രവചനമുള്ളതുകൊണ്ട് ഹെരോദാവ് വിദ്വാൻമാരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു നക്ഷത്രം കണ്ട് അവനെ അന്വേഷിച്ച് പുറപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹെരോദാവിനും മനസ്സിലായി വിദ്വാൻമാർ ഒരു നക്ഷത്രം അന്വേഷിച്ച് പുറപ്പെടണമെന്നുണ്ടെങ്കിൽ ആ നക്ഷത്രം ഇവരെക്കാളിൽ ശ്രേഷ്ഠനാണ്. എത്ര മഹാനെന്ന് നോക്കുവീനെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഹ പറയുന്ന പോലെ, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ അല്ലേ എന്ന് പറയുന്നത് പോലെ ഹെരോദാവിന് ആ കാര്യം മനസ്സിലായതിനാൽ അവൻ തൻ്റെ കൊട്ടാരത്തിലെ ജ്ഞാനികളെയൊക്കെ വിളിച്ചന്വേഷിച്ചപ്പോൾ ഈ ബിലയാം പറഞ്ഞ കാര്യം ശരിയാണ്. ആ നക്ഷത്രം ഇതാ ഉദിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ വംശം ഇവൻ്റെ ജനനത്തോടുകൂടി നിന്നുപോകും. അതുകൊണ്ട്
അങ്ങനെ നിൽക്കുവാതിരിക്കുവാൻ ഈ കുഞ്ഞിനെ അങ്ങ് തട്ടിയേക്കാം എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് യേശു തമ്പുരാനെ കൊല്ലുവാൻ ഹെരോദാവ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ ഹെരോദാവ് ഒരു സ്ട്രാറ്റജി ഇടുകയാണ്. സ്ട്രാറ്റജി നമുക്കിത് നിസ്സാരമായിട്ട് തോന്നും. ഇതാണ് സാത്താൻ്റെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. സാത്താൻ്റെ തന്ത്രങ്ങൾ നമ്മൾ അറിയാതെ ഇരിക്കരുത്. സ്ട്രാറ്റജി ഇടുകയാണ്. എന്താണ് സ്ട്രാറ്റജി? വിദ്വാൻമാരോട് പറയാണ്, എനിക്കും അവനെ ഒന്ന് കാണണം, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇതുവഴി തന്നെ തിരിച്ചു വരണം. ഇത് പിശാചിൻ്റെ സ്ട്രാറ്റജിയായിരുന്നു. തിരിച്ചു വരവ് ഏത് വഴിയാകണം എന്നുള്ളത് വിദ്വാൻമാരോട് പറഞ്ഞ് ആ സ്ട്രാറ്റജി ഹെരോദാവ് ക്രമീകരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പ്രത്യേകം പറയുന്നത്, സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. ഈ എൽദോ പെരുന്നാളിൻ്റെ സദറാ പ്രാർത്ഥനയിൽ ഇപ്രകാരമുണ്ട്: ഹെരോദാവിൻ്റെ തന്ത്രങ്ങളെ ചെറുത്തു നിൽപ്പാനും അവയെ പരിഹരിക്കുവാനുമായിട്ട് വിദ്വാൻമാരെ പരിശീലിപ്പിച്ചവനായ ഉദയനക്ഷത്രമേ, ഞങ്ങളുടെ ഉള്ളിലെ ആന്തരിക ഹെറോദേസിനോട് യുദ്ധം ചെയ്യുവാനുള്ള വിജ്ഞാനം നീ ഞങ്ങൾക്ക് നൽകണമേ. ആഹാ, അവിടെ പ്രാർത്ഥനയുടെ ഒരു തലം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതായത് യഹൂദന്മാർക്കല്ല, വിദ്വാൻമാർക്ക് തൻ്റെ ദൂതൻ മുഖാന്തരം വിജ്ഞാനം കൊടുത്ത് സാത്താൻ്റെ തന്ത്രത്തിൽ നിന്നും അവരെ മോചിപ്പിച്ചവനായ ദൈവമേ, ഞങ്ങളുടെ ഉള്ളിലുള്ള ആന്തരിക ഹെറോദേസിനോട് യുദ്ധം ചെയ്യുവാനുള്ള വിജ്ഞാനം നീ ഞങ്ങൾക്ക് നൽകണമേ. അപ്പം വിജ്ഞാനികൾ പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ആത്മീയമായി സംഭവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ നമ്മുടെ ഉള്ളിൽ ജ്ഞാനം വേണം, വിജ്ഞാനം വേണം. ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മളിൽ നിറയുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തു സ്നേഹത്തിൻ്റെ വർധന. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ ക്രിസ്തുവിനെ അനുസരിക്കണമെന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവും. റോമർക്കെതിരെ ലേഖനം പഠിച്ചപ്പോൾ വിശ്വാസത്തിൻ്റെ അനുസരണം, വിശ്വാസം സ്നേഹമായി പരിണമിക്കണം. അത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. അപ്പോൾ വിശ്വാസമാകണമെങ്കിൽ ആ വിശ്വാസം ആരോടുണ്ടായിരിക്കുന്നുവോ അവനെ അനുസരിക്കണം. അപ്പം അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്നെ വിശ്വാസമുള്ളതുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞത്. ഞാനത് കേൾക്കുന്നില്ലെങ്കിലോ? അതിൻ്റെ അർത്ഥം എനിക്ക് അച്ഛനോട് സ്നേഹമില്ല എന്നാണ്. അച്ഛൻ എന്നിൽ വിശ്വാസമുണ്ട്. ഞാനൊരു കാര്യം അച്ഛനോട് പറയുമ്പോൾ അത് അച്ഛൻ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് സ്നേഹമില്ല എന്നാണ് അർത്ഥം. വിശ്വാസമൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ്. വിശ്വാസം സ്നേഹമായി പരിണമിക്കണം, അല്ലെങ്കിൽ വിശ്വാസം നീങ്ങിപ്പോകും. അത് പൗലോസ്ലീഹ പറയുന്നത്. സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അപ്പം സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി എന്തൊക്കെ സ്വഭാവ വിശേഷണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട് ഇല്ല എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള ഒരു പട്ടികയാണ് 1 കൊരിന്ത്യർ 13. എന്താണ് ഈ സ്നേഹം? എനിക്ക് സ്നേഹമാണെന്ന് പറയുമ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല. പിന്നെന്ത് സ്നേഹം? സ്നേഹത്തിൻ്റെ വിവിധ ശാഖകളാണ് ഇവയെല്ലാം. സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു എന്ന് മാത്രമല്ല. എൻ്റെ മക്കളോട് സ്നേഹമുണ്ട്, മക്കൾക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുന്നു. മക്കളോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാ മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യമാണല്ലോ, ഞാൻ അവന് വേണ്ടതെല്ലാം കൊടുത്തു, പക്ഷേ അവൻ എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ചെയ്തത് തെറ്റായിരിക്കാം, പക്ഷേ ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്നേഹം ഈ തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നേഹത്തിൻ്റെ വ്യാപ്തി. അതാണ് ദൈവസ്നേഹവും നമ്മുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം. ദൈവസ്നേഹം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഇത് അനന്തമാണ്. അനന്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തീവ്രത, അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പിശാച് പോലും, ബാക്കി പറയാമോ? പിശാച് പോലും
രക്ഷപ്പെട്ട് സ്വർഗരാജ്യത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ദൈവം. നിങ്ങൾ ചിലപ്പോൾ എന്നോട് തർക്കിക്കുമായിരിക്കാം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ ദൈവസ്നേഹത്തെ നമ്മുടെ ആംഗിളിൽ നിന്ന് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ശത്രുക്കളോട് നമ്മൾ എതിർത്ത് നിൽക്കുന്നത്. അവൻ അങ്ങനെ വരണം, അവനും ദൈവത്തിൻ്റെ മകൻ തന്നെയാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളോട് എതിർക്കുന്നവരോട് എതിർക്കുമ്പോൾ, അല്ലെങ്കിൽ അവനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ എളിമയില്ലായ്മ പറയുകയാണ് അവൻ അങ്ങനെ വരണം. കാരണം എന്നെപ്പോലുള്ള ഒരുത്തനെ, അല്ലെങ്കിൽ ദൈവഭക്തനായ എന്നെപ്പോലുള്ള ഒരുത്തനെ ഇങ്ങനെ കാണിച്ചതുകൊണ്ട് ഇവൻ ഇങ്ങനല്ലാതെ പിന്നെ എങ്ങനെ വരാൻ? പക്ഷെ അവനും നിന്നെപ്പോലെ തന്നെ ദൈവത്തിന് വിലപ്പെട്ടവനാണ്. ആ രീതിയിൽ നമുക്കെന്താ ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം മറ്റേ സാധനമില്ല. ഏത് സാധനം? അല്ല എളിമയില്ല. അതാണ്. അപ്പോൾ നമ്മൾ ഈ തലങ്ങളിലേക്കൊക്കെ നമ്മുടെ ആധ്യാത്മികതയെന്ന് ഉയർത്തുവാൻ നമ്മൾ യത്നിക്കണം. നമുക്ക് 4-ാം വാക്യം കൂടെ വായിക്കാം. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി. അപ്പോൾ ഹെരോദാവ് ചെയ്തതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ. ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. ഇനിയും ആ യഹൂദയിലെ ബേത്ലഹേമിൽ ക്രിസ്തു ജനിക്കും എന്നുള്ള ഒരു പ്രവചനമാണ്. യഹൂദയിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിരിക്കുന്നത് മീഖ 5:2 കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനം പഴയ നിയമങ്ങളിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ പഴയ നിയമത്തിലെ ഓരോ അധ്യായത്തിലും ക്രിസ്തുവുണ്ട്. പ്രവചനങ്ങളിൽ മാത്രമല്ല. നമ്മൾ ആദ്യം വേദപുസ്തകം പഴയ നിയമം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ മാത്രം ക്രിസ്തുവിനെ പറ്റിയുണ്ടെന്ന് വിചാരിക്കും. നമ്മളതിലേക്ക് ദാഹിച്ച് ഇരുന്ന് ആർത്തിയോടെ വായിച്ചു കഴിഞ്ഞാൽ എല്ലാ അധ്യായത്തിലും ക്രിസ്തു ഒളിഞ്ഞിരിക്കുന്നത് കാണാം. പഴയ നിയമത്തിലെ മീഖ 5:2 ആണോ നോക്കിയച്ചോ? അല്ലേ, മീഖ 5-ാം അധ്യായം 2-ാം വാക്യമാണ്. അപ്പോൾ വായിച്ചാൽ നീയോ ബേത്ലഹേമേ, നീ യഹൂദ സഹസ്രാബ്ദങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ആ പ്രവചനം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 7-ാം വാക്യത്തിൽ എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. സ്ട്രാറ്റജി നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് പിശാച് ഹവ്വയോട് പറഞ്ഞത്. വേറൊരു രീതിയിലാണെന്നുള്ളതേ ഉള്ളൂ. അതായത് എനിക്കും ഈ ക്രിസ്തുവിനെ ചെന്ന് കാണണം, നമസ്കരിക്കണം. ഹവ്വയോട് പിശാച് എന്താണ് പറയുന്നത്? നീ പഴം തിന്നാൽ മരിക്കില്ല നിശ്ചയം, നീ ദൈവത്തെ പോലെ ആകും. ഇത് ഒരു പിശാചിൻ്റെ പാറ്റേണാണ്. നിങ്ങളത് മനസ്സിലാക്കിക്കണം. തന്ത്രങ്ങളെ പഠിക്കണം. ഇതൊരു പാറ്റേണാണ്. ദൈവികമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ തെറ്റിയിരിക്കും. നമുക്കറിയത്തില്ലിത്. ഈ പാമ്പടിച്ച വിദ്വാൻമാർ ഇത് വിശ്വസിച്ച് പോയേക്കുകയാണ്. ദൈവദൂതൻ വന്ന് അവർക്ക് ഈ ബോധ്യം കൊടുക്കുവാനുള്ള കാരണം എന്താണ്? അവരുടെ ജ്ഞാനത്തേക്കാൾ വലിയ ജ്ഞാനി ക്രിസ്തുവായി ജനിച്ചിരിക്കുന്നു എന്നുള്ള എളിമയുടെ ഭാഗമായി അവരിലുണ്ടായ സ്നേഹവും എളിമയും കാരണം ദൈവം അവർ പ്രസാദിച്ചിട്ട് പറയുകയാണ് അതുവഴി പോകരുത്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ മറുതന്ത്രം, ആത്മീയ തന്ത്രം മെനയുവാൻ നമ്മളെ ക്രിസ്തുവിന് മാത്രമേ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ഇന്ന് വായിച്ച ഒരു വചനഭാഗത്തിലുണ്ട്. നിങ്ങൾക്ക് ആ ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. 2 ദിനവൃത്താന്തം
2 ദിനവൃത്താന്തം 20-ാം അധ്യായം. 20-ാം അധ്യായത്തിലൊരു സംഭവം. ആദ്യം ആ സംഭവം വരാം, എന്നിട്ട് നിങ്ങൾ 22-ാം വാക്യം വായിക്കണം. അതിനു മുമ്പ് ആ സംഭവം ഞാൻ പറയാം. അതായത് യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. യഹോശാഫാത്ത്. ആ രാജാവ് മിടുക്കനായ രാജാവായിരുന്നു. പക്ഷേ യഹോശാഫാത്ത് ഈ ആഹാബ് എന്ന് പറയുന്ന ഇസ്രായേൽ രാജാവിനോടൊക്കെ സംബന്ധം കൂടി ആകപ്പാടെ ചില പ്രശ്നത്തിലൊക്കെ പെട്ടു. പക്ഷേ ഈ യഹോശാഫാത്ത് മിടുക്കനായിരുന്നതുകൊണ്ട് പിന്നീട് ദൈവപ്രസാദം അവനിൽ എങ്ങനെയോ വന്നു. അവനിൽ ദൈവം പ്രസാദിച്ചു. അവന് പ്രവാചകൻ ദർശനം കൊടുത്തിട്ട് അവൻ്റെ കുറ്റത്തെപ്പറ്റി ബോധ്യം വരുത്തിയതുകൊണ്ട് ദൈവം അവനെ യുദ്ധത്തിൽ സംഹരിച്ചില്ല. പക്ഷേ ആഹാബ് യുദ്ധത്തിൽ പട്ടുപോയി. ആഹാബും യഹോശാഫാത്തും കൂടെ ഒരുമിച്ച് യുദ്ധത്തിന് പോയി. ആഹാബ് എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഏറ്റവും ദുഷ്ടനായ രാജാവായിരുന്നു. യഹോശാഫാത്ത് എവിടുത്തെ രാജാവായിരുന്നു? അപ്പോൾ അതിനെപ്പറ്റി നമുക്കിനി വേറൊരു ക്ലാസ് എടുക്കേണ്ടി വരും. ഇസ്രായേൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിത് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 രാജ്യമാണ്, യഹൂദിയും ഇസ്രായേലും. നോർത്തേൺ ഭാഗത്തിനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്, തെക്കൻ ഭാഗത്തിനെ യഹൂദ എന്ന് പറയുന്നു. ഇപ്പോൾ 2 രാജാക്കന്മാരാണുള്ളത്. ഒരേ സമയത്ത് തന്നെ ഒരു രാജ്യത്തിൽ 2 രാജാക്കന്മാർ. യഹൂദയിലൊരു രാജാവ്, ഇസ്രായേലിലൊരു രാജാവ്. ഇസ്രായേലിലെ രാജാവായിരുന്നു ആഹാബ്, യഹൂദയിലെ രാജാവായിരുന്നു ഈ യഹോശാഫാത്ത്. ദാവീദും ശലോമോനും, ശലോമോൻ്റെ മകനായ റഹബയാമിൻ്റെ കാലത്താണ് ഈ രാജ്യം രണ്ടാവുന്നത്. യെരോബയാം എന്ന് പറയുന്ന ഒരുവൻ വന്ന് രാജാവായി. അങ്ങനെ രാജാവാക്കേണ്ടി വന്നു. ആ ചരിത്രമൊക്കെ ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലെ പിന്നെ എപ്പോഴും നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ യഹോശാഫാത്ത് യഹൂദയിലെ രാജാവാണ്, ആഹാബ് ഇസ്രായേലിലെ രാജാവാണ്. ഇവർ തമ്മിൽ ശത്രുതയാണ് വെപ്പിൽ. പക്ഷേ ഈ ദുഷ്ടനായ ആഹാബ് രാജാവുമായിട്ട് യഹോശാഫാത്ത് സഖ്യത ചെയ്തു. പക്ഷേ യുദ്ധത്തിൽ ആഹാബ് കൊല്ലപ്പെട്ടു. യഹോശാഫാത്തിനെ ദൈവം വിടുവിക്കുന്നുണ്ട്. അവനവൻ്റെ തെറ്റിനെപ്പറ്റി അനുദപിച്ചു. പിന്നീട് ഈ 2 ദിനവൃത്താന്തം എത്ര അധ്യായമാണ് ഞാൻ പറഞ്ഞത്? 20-ാം അധ്യായമാണ് പറഞ്ഞത്. 20-ാം അധ്യായം തുടക്കത്തിൽ പറയുന്നത്, യഹൂദ രാജാവായ യഹോശാഫാത്ത് യെരുശലേമിൽ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നു. എന്നിട്ട് പിന്നീട് 20-ാം അധ്യായം, അതിൻ്റെ ശേഷം മോവാബും അമ്മോന്യരും അവനോടുകൂടെ മെയ്യൂന്യരിൽ പലരും യഹോശാഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. അപ്പോൾ മറ്റൊരു യുദ്ധം തുടങ്ങിയാണ്. നിങ്ങൾ അതെല്ലാം കൂടെ വായിക്കാൻ സമയമില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുതരാം. മറ്റൊരു യുദ്ധം തുടങ്ങിയാണ്. ഈ യുദ്ധത്തിൽ യഹോശാഫാത്ത് തോറ്റുപോകും എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. എല്ലാവരും ഉപവസിച്ചു. ഉപവാസത്തിൻ്റെ ഫലമായി നിങ്ങളിനിയും ദൈവം അവിടെ ഇടപെട്ട് ഒരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറയാൻ വന്ന പോയിൻ്റ് അതാണ്. കർത്താവ് കൂടെ ഉണ്ടെങ്കിലേ സാത്താൻ്റെ സ്ട്രാറ്റജി നമുക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ 22-ാം വാക്യം വായിച്ച 22-ാം വാക്യം, അവർ പാടി സ്തുതിച്ചു. അതായത് ഉപവാസമൊക്കെ കഴിഞ്ഞു, ആരാധനയായി, പ്രാർത്ഥനയായി. കാരണം ഈ യുദ്ധത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഇടപെടാതെ പറ്റില്ല. പുറപ്പാട് 14:14 പറയുന്ന പോലെ, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറയുന്നത് പോലെ 22-ാം വാക്യത്തിൽ അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബിയുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. ആര് വരുത്തി? ദൈവം വരുത്തി. അപ്പോൾ ഈ മോവാബിനും അമ്മോന്യരും ചേർന്ന് പതിയിരിപ്പുകാരെ ഒളി ആക്രമണത്തിന് വേണ്ടി ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് യഹോശാഫാത്തിന് അറിഞ്ഞുകൂടാ. തന്ത്രമാണ്, അത് അവരുടെ തന്ത്രമാണ്. അപ്പോൾ ഇവിടെ ദൈവം തന്നെ യഹൂദയ്ക്ക് വിരോധമായി വന്ന് അമ്മോന്യരുടെയും മോവാബിയുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം, നമുക്ക് നേരെയുള്ള പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കാതെ പറ്റില്ല. ഈ വിദ്വാൻമാർ യേശുവിനെ കാണുവാനുള്ള ആകാംക്ഷയും
അവനോടുള്ള സ്നേഹവും തങ്ങളുടെ ജ്ഞാനത്തെക്കാൾ വലിയ ദൈവിക ജ്ഞാനത്തെ പ്രാപിക്കുവാനുള്ള താല്പര്യത്തോടുകൂടി പോയതുകൊണ്ടാണ് ഇവർക്ക് ഈ സ്ട്രാറ്റജി കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മം അന്വേഷിപ്പീൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് വേണ്ടി അവിടെ ഉദയം ചെയ്ത നക്ഷത്രം തന്നെയാണ് ഇവർക്ക് വഴികാട്ടിക്കൊണ്ടിരുന്നത്. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിൻ്റെ അമ്മയായ മറിയാമോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ ഒരു ആരാധന നടക്കുകയാണ്, ആണല്ലോ. വീണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. ആ ആരാധന നടത്തിയപ്പോൾ ആ ശിശുവിനോടുകൂടി ആരെയും കണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്? അമ്മയെയും കണ്ടു എന്നാണ്. അപ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യത്തിലിരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് അവർ വീണ് നമസ്കരിച്ചത്. നിങ്ങൾ മറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം, അവിടെ അതുകൂടെ വായിക്കണം. മനസ്സിലായോ? നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. അത് നമ്മളെന്താണെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി മടങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ട് ഇന്നത്തെ നമുക്കൊരു ശുശ്രൂഷ അവസാനിപ്പിക്കാം. യേശുവമ്പുരാൻ ആരാധനാ യോഗ്യനാണ്. ആരാധനാ യോഗ്യനാകുമ്പോൾ രണ്ട് തലത്തിൽ നമ്മൾ ദൈവത്തെ കാണണം. യേശുവമ്പുരാൻ തൃത്വത്തിൽ രണ്ടാമനാണ്. അവൻ ദൈവമാണ്, ദൈവമായി പിറന്നവൻ തന്നെയാണ്. അല്ലാൽ പിറന്നതിന് ശേഷം ദൈവമാക്കപ്പെട്ടവനൊന്നുമല്ല. അവൻ പിറക്കുമ്പോൾ തന്നെ ദൈവമായിരുന്നു. അങ്ങനെയാകുമ്പോൾ രണ്ട് ആംഗിളിൽ നമ്മൾ കണ്ടിരിക്കണം. ആംഗിൾ എന്ന് പറഞ്ഞാൽ സെപ്പറേഷനൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യേശുവമ്പുരാൻ അല്ലെങ്കിൽ നമ്മുടെ ദൈവം ഒരേ സമയത്ത് തന്നെ നമ്മുടെ അപ്പനും അതേ സമയത്ത് തന്നെ മഹാരാജാവുമാണ്. നിങ്ങൾ മലാഖിയുടെ പുസ്തകം എടുക്കാം. മലാഖിയുടെ പുസ്തകം മത്തായിയുടെ പുസ്തകത്തിന് തൊട്ട് മുമ്പാണ്. അതിൽ 1-ാം അധ്യായത്തിൽ 6-ാം വാക്യം വായിക്കാമോ? 1-ാം അധ്യായം 6-ാം വാക്യം. അവൻ മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനയുടെ. അപ്പോൾ അവൻ അപ്പനാണ്. അങ്ങനെയാണെങ്കിൽ 14-ാം വാക്യം വായിച്ച്. 14-ാം വാക്യം. എന്നാൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരാണുണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ ഞാൻ മഹാരാജാവല്ലോ. ഈ രണ്ട് അവസ്ഥാവിശേഷങ്ങളിൽ കൂടി അല്ലെങ്കിൽ രണ്ട് രീതിയിലും നമ്മൾ ദൈവത്തെ കാണണം. അപ്പനാണ്, അതേസമയം മഹാരാജാവാണ്. മഹാരാജാവാണെങ്കിൽ അവന് ഒരു അതോറിറ്റി ഉണ്ടോ? മഹാരാജാവിന് അധികാരമുണ്ട്. അപ്പനിൽ എന്തുണ്ടെന്നറിയാമോ? സംരക്ഷണമുണ്ട്. രാജാവിൽ അധികാരം, അപ്പനിൽ സംരക്ഷണം. രാജാവിന് ഒരു രാജ്യമുണ്ട്, അപ്പന് ഒരു വീടുണ്ട്. ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. ആദ്യത്തേത് എന്താണ്? മഹാരാജാവിന് അധികാരമുണ്ട്, അതോറിറ്റിയുണ്ട്. നമ്മുടെ എല്ലാവരുടെ മേൽ കർത്താവിന് അധികാരമുണ്ട്. അപ്പനെന്നുള്ള രീതിയിൽ നമുക്ക് സംരക്ഷണവും തരും. രാജാവിന് ഒരു രാജ്യമുണ്ട്, അപ്പന് ഒരു വീടുണ്ട്. രാജാവിന് ഒരു ഭരണമുണ്ട്, ഭരണത്തിൽ ക്ഷേമമുണ്ട്. രാജാവിൻ്റെ രാജ്യത്തിൽ എന്തുണ്ടെന്നറിയാമോ? അതുകൂടെ പഠിക്കണം. ഒന്നും കൂടെ പറയാം. അപ്പന് അതോറിറ്റിയുണ്ട്. തിരിഞ്ഞുപോയി. രാജാവിന് അധികാരമുണ്ട്, അപ്പനിൽ സംരക്ഷണമുണ്ട്. രാജാവിനൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തൊരു നീതിയുണ്ട്. നീതി അത് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം പഠിക്കുമ്പോൾ പഠിക്കും.
എന്താണ് ദൈവരാജ്യത്തിൻ്റെ നീതി. ഇതറിയണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ യാത്രയിൽ ഇത് കൃത്യമായിട്ട് അറിയണം. ദൈവീക നീതി. അപ്പന് ഒരു വീടുണ്ട്. വീട്ടിലെന്തുണ്ടെന്നറിയാമോ? വീട്ടിലെന്തുണ്ട്? സ്നേഹമുണ്ട്. ഈ രണ്ടാംഗിളിലും കാണും. ഒന്നും കൂടെ പറയാം. രാജാവിന് എന്തുണ്ട്? അധികാരമുണ്ട്. അപ്പൻ എന്തുണ്ട്? സംരക്ഷണമുണ്ട്. രാജാവിനൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ എന്തുണ്ട്? ദൈവിക ആ രാജ്യത്തിൻ്റെ നീതിയുണ്ട്. ദൈവരാജ്യത്തിൻ്റെ നീതി. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിഞ്ഞുള്ള മറ്റെന്തോ നീതിയുണ്ട്. ആ നീതി ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. അതായത് ജോൺ സാറിൻ്റെ മൂക്കിനിട്ട് ഞാൻ ഇടിയൊടുക്കുമ്പോൾ താങ്ക് യു അച്ഛ എന്ന് പറയുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ നീതി. അല്ല, നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നത് പരീശന്മാരുടെ നീതി. മനസ്സിലായോ നീതി? തൽക്കാലം അത്രയും മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് വിശദമായിട്ട് നീതി എന്താണെന്ന് മനസ്സിലാക്കി തരാം. ഇനിയും അപ്പനൊരു വീടുണ്ട്. വീട്ടിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്. ഇനി രാജാവിന് ഒരു ഭരണമുണ്ട്. ക്രിസ്തു ഭരണകർത്താവും കൂടെയാണ് നമ്മളിൽ. ഈ രണ്ട് തലത്തിലും ദൈവത്തെ കാണണം നമ്മൾ. ക്രിസ്തുവിനൊരു ഭരണമുണ്ട്. ആ ഭരണത്തിൽ ക്ഷേമമുണ്ട്. നിങ്ങളുടെ ക്ഷേമത്തെപ്പറ്റി അവൻ കരുതുന്നതാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് ഒളിവിനെന്ന് 1 പത്രോസ് 5:9. 6 5:6. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. അപ്പോൾ ആ ഭരണത്തിലാണ് ഈ വെൽഫെയർ വരുന്നത്. ക്ഷേമം അല്ലേ? ക്ഷേമ പദ്ധതി ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്നാൽ അപ്പൻ്റെ കൂടെ ഉള്ളത് കൂട്ടായ്മയാണ്. കൂട്ടായ്മയിൽ എന്തുണ്ട്? നിങ്ങൾ കൂടി വന്നാൽ സ്നേഹം. നമ്മൾ മുമ്പ് പറഞ്ഞു, വീട്ടിൽ സ്നേഹമുണ്ട്. സ്നേഹമുള്ളിടത്ത് കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മയിൽ എന്താണുള്ളത്? അതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടായ്മ കൂടുന്നത്. ഒരുമ ആണല്ലോ കൂട്ടായ്മ. എളിമ എന്നല്ല, ദൈവം ഉണ്ടെന്നൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടുന്നത് എന്തിനാണ്? ഐക്യമുള്ളതാണ് കൂടുന്നത്. എന്തിനാണത്? പറഞ്ഞേ, അത് തന്നെ. സന്തോഷമുണ്ട്. കൂട്ടായ്മയിൽ സന്തോഷമുണ്ട്. ഇനിയും ദൈവരാജ്യത്തിലെ രാജാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ആ രാജ്യത്തിന് യുദ്ധമുണ്ട്. യുദ്ധം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശക്തി വേണം. അത് തന്നെ. നിങ്ങൾ കാര്യങ്ങളൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് സ്തുതി. യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ശക്തി വേണം. അപ്പൻ്റെ വീട്ടിൽ എന്തുണ്ടെന്ന് പറയാമോ? യുദ്ധത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ഒരു പുസ്തകമുണ്ട്, യുദ്ധവും ഡാഷും. സമാധാനമുണ്ട്. അപ്പൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്. സമാധാനത്തിലാണ് ഈ തേജസ്സുള്ളത്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. രാജാവായ ക്രിസ്തുവിൽ എന്തുണ്ട്? അധികാരമുണ്ട്. അപ്പനായ ക്രിസ്തുവിൽ എന്തുണ്ട്? സംരക്ഷണമുണ്ട്. രാജാവിൻ്റെ രാജ്യത്തിൽ എന്തുണ്ട്? നീതിയുണ്ട്. അപ്പൻ്റെ വീട്ടിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്. രാജാവിൻ്റെ ഭരണത്തിൽ എന്തുണ്ട്? ക്ഷേമമുണ്ട്. അപ്പൻ്റെ കൂട്ടായ്മയിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. രാജാവിൻ്റെ രാജ്യത്തിൽ എന്തുണ്ട്? യുദ്ധമുണ്ട്. യുദ്ധത്തിന് എന്ത് വേണം? ശക്തി വേണം. അപ്പൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്. സമാധാനത്തിൽ ദൈവത്തിൻ്റെ തേജസ്സുണ്ട്. അപ്പോൾ ഈ യുദ്ധം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് സ്ട്രാറ്റജിക് പ്ലാനിങ്. യഹൂദന്മാർ, ഞാൻ എപ്പോഴും യഹൂദന്മാർ എന്നാണ് പറയുന്നത്, വിദ്വാൻമാർ, അവർക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ് കിട്ടിയതിൻ്റെ കാരണം അവർ ക്രിസ്തുവിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. സ്നേഹത്തിൽ അവനോട് കൂടെ ഇരിക്കുന്നവന് ഈ സാത്താൻ്റെ തന്ത്രങ്ങളെ മുന്നമേ കണ്ടിട്ട് അതിനെ ഒഴിഞ്ഞു പോകാൻ പറ്റും. അല്ലെങ്കിൽ അവനോട് യുദ്ധം ചെയ്യാനുള്ള ശക്തി കിട്ടും. അതിനുള്ള വെൽഫെയർ എല്ലാം കർത്താവ് തരും. കൂടെ സംരക്ഷണം, സ്നേഹം, സന്തോഷം, തേജസ്. അങ്ങനെ അവസാനം നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ്. ഈ ഒരു ബോധ്യത്തോടു കൂടി ഇനി ഈ ഒരു തലത്തിൽ
നമുക്ക് ഈ അധ്യായത്തെ വായിക്കാം, കാണാം. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനിയും പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള പേര് തന്നിട്ടുണ്ട്. പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഇപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞതാണ്. ഫ്രാൻസിസ്കോ എന്ന മറ്റാണ്. പിന്നെ വേറൊരു കുഞ്ഞുണ്ട്, അതിങ്ങനെ ഇൻക്യുബേറ്ററിൽ കിടക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഒരവസ്ഥയിൽ കിടക്കുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ ആരുടെയൊക്കെയോ എന്തിൻ്റെയൊക്കെയോ ഭാഗമായി ഇത്ര കഠിനമായ വേദനയിൽ കൂടി കടന്നു പോകുന്നതിനാൽ നമുക്കൊക്കെ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ജീസസ് പ്രേയർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുകയും നമ്മളിലുള്ള ആന്തരിക ഹെറോദോസുകളെ നീക്കം ചെയ്യുവാനുള്ള, യുദ്ധം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമെന്നും നമുക്ക് സംരക്ഷണവും സ്നേഹവും സന്തോഷവും തേജസ്സും നിൻ്റെ അധികാരത്താലും നീതിയാലും ക്ഷേമത്താലും നിൻ്റെ രാജാവാകുന്ന ആ അധികാരത്തിലും അപ്പൻ്റെ സംരക്ഷണത്തിൽ നമുക്ക് ലഭിക്കുവാൻ കർത്താവിനോട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നമുക്ക് തലകളെ ഉണക്കിക്കൊണ്ട് ജീസസ് പ്രേയറിലേക്ക് പ്രവേശിക്കാം. ജീസസ് പ്രേയർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ജീസസ് പ്രേയറിന് അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഉയർന്ന തലത്തിലുള്ള പ്രാർത്ഥനയാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ യേശുവിലേക്ക് തന്നെ കൊടുക്കണം. ഈ മദ്ബഹയുടെ അകത്ത് കർത്താവിൻ്റെ ഒരു ഐക്കൺ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊന്നുകിൽ അതിൽ തന്നെ നോക്കിയിരുന്നുകൊണ്ട് കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ശ്രദ്ധ വിട്ടുപോകരുത്. ശ്രദ്ധ വിട്ടുപോയാൽ ഇത് മുഷിപ്പാവും. കാരണം ഇതൊരു സാധാരണ തലത്തിൽ അത്ര എളുപ്പം ആസ്വദിക്കാവുന്നൊരു പ്രാർത്ഥനയല്ല. നിങ്ങൾക്കിപ്പോൾ സാധാരണ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണല്ലേ? എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, അത് വേറെ കാര്യം. പക്ഷേ അതിനൊക്കെ മുകളിലാണ്. അപ്പോൾ ആ മുകളിലത്തെ അനുഭവത്തിലേക്ക് വരുവാൻ ക്രിസ്തു സ്നേഹത്തിലേക്ക് നമ്മൾ വരിക. മദ്ബഹായിലെ ഐക്കണിൽ മേൽ നിങ്ങളെ ശ്രദ്ധ ഒന്നുകിൽ കേന്ദ്രീകരിക്കുക, അല്ലെങ്കിൽ കണ്ണടച്ച് ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ തന്നെ, വേറൊന്നും മാറരുത്. ശ്രദ്ധ മാറരുത്. ശ്രദ്ധ മാറിയാൽ മുഷിപ്പാവും. പതുക്കെ നമുക്കത് പ്രാക്ടീസ് ചെയ്ത് വരാം. ദൈവം ഒത്തിരി അനുഗ്രഹിക്കും. കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ ഇതല്ലാതെ വേറൊന്നില്ല. ഏതല്ലാതെ കാരണം കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങളെ അവൻ അറിയുന്നു. പിന്നെ അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ദൈവത്തെ റിമൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മളത് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാൻ എന്തേ ഉള്ളൂ? കർത്താവേ എന്നോട് കരുണയുണ്ടാകണം, അത് മാത്രമേ ഉള്ളെന്നേ, വേറൊന്നും പ്രാർത്ഥിക്കാനില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ടിജോച്ചൻ മുമ്പോട്ട് വന്ന് അതിന് നേതൃത്വം വഹിക്കണം.